السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم، ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: لا تجعلوا بيوتكم مقابر، فإن الشيطان يفر من البيت الذي تقرأ فيه سورة البقرة. صدق شفيعنا رسول الله صلى الله عليه وسلم. أزكى الصلاة مع السلام المنتشر، ما لاح نجم والدياجي تعتكر، تترى على خير البنين من مضر، من بين رسل الله وصيت الدرر، بحر العطايا المصطفى العالي القدر، أهل الشفاعة خير من جاء بالزبر، ركن الهدى وابل الندى وهو البدر، بتمامه ولنوره استحيا القمر. يا رب صل على النبي محمد، منجي الخلائق من جهنم في غدي. ബഹുമാനമുള്ള ഉസ്താദുമാരെ, ഉമറാക്കളെ, സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് എല്ലാവർക്കും നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൗകര്യമുള്ള ഒരു വീട്. വീട് വെക്കാൻ പ്രയാസപ്പെടുന്ന, അതിൻ്റെ പണികൾ ആരംഭിച്ച എല്ലാവർക്കും അല്ലാഹു തആല എളുപ്പം നൽകുമാറാകട്ടെ. ആ വീട്ടിൻ്റെ അകങ്ങളിൽ നിന്ന് നല്ല സ്വഭാവങ്ങളും സംസ്കാരങ്ങളും നല്ല മനുഷ്യന്മാരെ വാർത്തെടുക്കുന്ന അന്തരീക്ഷവും നമ്മുടെ കുടിലുകളിൽ നിന്ന് പറന്നകലുന്ന കാരണം വീട്ടിൽ നേരത്തെ എത്താനും അന്തിയുറങ്ങാനും ബാപ്പ ഉമ്മമാരോടൊപ്പം ഇക്കാക്ക ഇത്താത്തമാരോടൊപ്പം സഹവസിച്ച് കഴിയാനും ഒരു ചെറിയൊരു വിഭാഗം
വളരെ കരുതലോടെ പേടിക്കുന്നവരുണ്ട്. ഇവരെ എല്ലാവരെയും വീട്ടിൽ നിന്ന് കുടിയിറക്കി അവിടെ താമസിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പകരം ആ വീടിന്റെ നെടുംതൂണുകളായ ആളുകൾ വഴികാട്ടികളായി മാറുകയും വീട്ടിൽ നല്ല അന്തരീക്ഷത്തിലായി വളരുന്ന ഭാവി തലമുറയെ നന്നാക്കി വളർത്തിയെടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുകയും വേണം. അവർ കേടുവരുന്ന എന്തെങ്കിലും സ്വഭാവങ്ങളോ പതിവുകളോ രഹസ്യ പരസ്യ നീക്കങ്ങളോ ഉണ്ടെങ്കിൽ വീടുകളിൽ നിന്ന് അതെടുത്തു മാറ്റണം. ബറക്കത്തിന്റെ കേന്ദ്രങ്ങളാകണം നാം താമസിക്കുന്ന ഭവനങ്ങളൊക്കെ. നമുക്ക് പരിചയമില്ലാത്തൊരു മനുഷ്യൻ പെട്ടെന്ന് വന്ന് ഞാനൊന്ന് താമസിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ കയറി അയാൾ താമസിക്കുമ്പോഴേക്ക് ഇവിടെ കടക്കേണ്ടതില്ലായിരുന്നു എന്ന പരുവം വരരുത്. നല്ല സ്വഭാവങ്ങളാണ് ആ വീട്ടിൽ ഉണ്ടാകേണ്ടത്. ഒരു അൻസ്വാരിയായ സ്വഹാബിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും നല്ല സ്വഭാവത്തിൽ അള്ളാഹു സന്തോഷിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പരദേശിയായ ഒരു മനുഷ്യൻ വന്ന് വല്ലാതെ വിശക്കുന്നുണ്ട്, ഭക്ഷണം കിട്ടിയാൽ തിരക്കേടില്ല, ഇന്നി മജ്ഹൂദുൻ, ഞാൻ വിശക്കുന്നവനാണ്. 9 വീട്ടിലേക്കും തങ്ങൾ ആളെ പറഞ്ഞയച്ചു. 9 റൂമുകളിൽ താമസിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദിമാർ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഇൻദി ഇല്ലാ മാ, അല്ലാഹുവല്ലേ നബിയെ തങ്ങൾ അയച്ചത്, ആ അല്ലാഹുവെ സത്യം ചെയ്തു പറയുന്നു, വെള്ളം അല്ലാതെ മറ്റൊന്നും ഇവിടെ കൊടുക്കാനില്ല. ലോകത്തുള്ള വിശ്വാസികളുടെ മാതാക്കളാണവർ. അവരുടെ കുടിലുകളിൽ ഒരു രാത്രിയിൽ ഭക്ഷണത്തിന് വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് തങ്ങളോട് പറയുമ്പോൾ അവിടെ വല്ലതും ഉണ്ടോന്ന് പോയി നോക്കാൻ ആളെ വിട്ടപ്പോൾ 9 വീട്ടിൽ നിന്നും ഒരേ മറുപടി, മാ ഇന്ദി ഇല്ലാ മാ, വെള്ളം അല്ലാതെ മറ്റൊന്നും ഈ വീട്ടിലില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ പിന്നെ പുറത്ത് ആരെങ്കിലും ഇദ്ദേഹത്തെ സൽക്കരിക്കണം, വിശന്ന മനുഷ്യനാണ്. ആരാണ് ഇദ്ദേഹത്തെ സൽക്കരിക്കുക? ഒരു അൻസ്വാരിയായ സ്വഹാബി പറഞ്ഞു, ഞാൻ സൽക്കരിക്കാം. അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം, ഭാര്യയോട് പോയിട്ട് പറഞ്ഞു, ഭക്ഷണമുണ്ടോ? മക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണമുണ്ട്. അവർ ഭക്ഷണം ചോദിക്കുമ്പോ വല്ല കാരണങ്ങളും പറഞ്ഞ്, നുണയല്ല സത്യമാകുന്ന വല്ലതും പറഞ്ഞ് അവരെ നീ അങ്ങ് ഉറക്കണം. നമ്മുടെ അതിഥിയുമായി ഞാൻ കടന്നു വരുമ്പോൾ ഉൾഭാഗത്തെ വിളക്ക് നീ കെടുത്തണം. അങ്ങനെ കെടുത്തുമ്പോൾ അതിഥിക്ക് മനസ്സിലാകും വീട്ടിലുള്ളവരെല്ലാം ഭക്ഷണം കഴിച്ചു കിടന്നു വിശ്രമിക്കുന്നു, ഇനി ഭക്ഷണം കഴിക്കാനുള്ളത് ഞാൻ മാത്രമാണ്. ആ ഉള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അദ്ദേഹം ഹൃദ്യമായി അത് ഭക്ഷിക്കും. അതിഥിയായി വരുന്ന മനുഷ്യൻ റാഹത്തോടെ എത്രയാണോ വീട്ടിൽ നിന്ന് ഭക്ഷിക്കുന്നത് അത്രയധികം ആ വീടിന് ബറക്കത്ത് ഏറെ കിട്ടുന്നതാണ്. പക്ഷേ വരുന്നവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അയാളെ ശ്രേഷ്ഠപ്രകാരം അയാൾ എത്രയാണോ സന്തോഷപൂർവ്വം കഴിക്കുന്നത് അതിനനുസരിച്ച് ബറക്കത്ത് ആ വീട്ടിൽ അങ്ങനെ കൂടിക്കൂടി വരും. ഇനി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നല്ല സന്തോഷമുള്ള സമീപനമാണ് ആ വീട്ടിലെങ്കിലും ആ വീട്ടുകാർക്ക് എന്നും ബറക്കത്ത് വരും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിചയമില്ലാത്ത 2-3 ആളുകൾ വന്നപ്പോൾ എത്ര പെട്ടെന്നാണ് അവർക്ക് സൽക്കാരം ഒരുക്കിയത്. ഖുർആൻ പറയുന്നുണ്ട്, ഏറെ താമസിക്കാതെ, ഒട്ടും താമസിക്കാതെ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഉജ്ലിൻ സമീൻ,
പെട്ടെന്ന് ഭാര്യ സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയിട്ട് 1-ാം നമ്പർ ചുട്ടെടുത്ത കാളക്കുട്ടിയുമായി വന്നു. പൊരിച്ചെടുത്തതല്ല, ചുട്ടെടുത്തതാണ്. ഏത് കാലത്തും ചുട്ടതിനാണ് ഡിമാൻഡ് കൂടുതൽ. ചുട്ട കാളക്കുട്ടി അതിന്റെ ഒരു പീസല്ല, മൊത്തമാണ്. ഒരു ചെറിയ കാളക്കുട്ടിയെ എടുത്ത്, അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമ്പത്തിൽ കൂടുതൽ ഉള്ളത് കാളകളാണ്. അതിനെ ചുട്ടെടുത്ത് നേരെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പക്ഷേ ഫലമ്മാ റആ ഐദിയഹും ലാ തസിലു ഇലൈഹി നകിറഹും വഔജസ മിൻഹും ഖീഫ. ഈ വന്ന അതിഥികളുടെ കൈകൾ അതിലേക്ക് നീളാത്തത് കണ്ടപ്പോൾ മഹാനവർകൾ ഭയന്നു, വല്ലാതെ പേടിച്ചു. ഉൾഭയം വന്നപ്പോൾ അവര് പറഞ്ഞു, ഖാലൂ ലാ തഖഫ്, ഒട്ടും പേടിക്കരുത്, ഭയക്കരുത്. നിങ്ങളിൽ നിന്ന് ആതിഥ്യ മര്യാദ ആവോളം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളല്ല. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് അലൈഹിസ്സലാമിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകളാണ്. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ വേണ്ട വിധം ശിക്ഷിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരു ചെറിയ വിഷയം പറയാൻ വേണ്ടി ഇവിടെ കയറിയതാണ്. പക്ഷേ ആ വിഷയം പറയുമ്പോഴേക്ക് എന്തൊരു സൽക്കാരമാണ് ലഭിച്ചത്. സൽക്കാരം കിട്ടിയിട്ട് വിഷയം പറയുന്നു. എന്താ ഞങ്ങൾ വന്ന കാര്യമെന്നറിയുമോ? നിങ്ങൾക്ക് അല്ലാഹു തആല നല്ലൊരു കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫബശ്ശർനാഹാ ബിഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. ഇസ്ഹാഖ് എന്നൊരു പുത്രൻ നിങ്ങൾക്ക് ജനിക്കാനുണ്ട്. ഇസ്ഹാഖ് എന്ന പുത്രന് ജനിക്കുന്ന ഒരു പൗത്രനുണ്ട്. നിങ്ങളെ പേരക്കുട്ടി യാക്കൂബ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ആ പേരക്കുട്ടിയെ കാണാനും നിങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ് തരും. അത് പറഞ്ഞപ്പോൾ സാറ ബീവി റളിയല്ലാഹു അൻഹ വാതിലിന്റെ അപ്പുറത്ത് വെച്ച് അത്ഭുതത്തോടെ പറഞ്ഞു, യാ വൈലതാ ആലിദു വഅന അജൂസുൻ വഹാദാ ബഅലി ശൈഖാ. യാ വൈലതാ ആലിദു, ഞാൻ ജന്മം നൽകുകയോ, ഞാൻ കുഞ്ഞിന് ജന്മം നൽകുകയോ, വഅന അജൂസ്, ഞാൻ വയോവൃദ്ധയായിട്ടുണ്ടല്ലോ, വഹാദാ ബഅലി ശൈഖാ, എന്റെ ഭർത്താവ് ഈ ഇരിക്കുന്ന ആളും വല്ലാതെ വയസ്സെത്തിപ്പോയിട്ടുണ്ടല്ലോ. അന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 100 വയസ്സിലധികമായിട്ടുണ്ട്. ഏകദേശം വ്യത്യാസമില്ലാതെ ഒരു 90-ന് ശേഷമുള്ള വയസ്സ് സാറ ബീവി റളിയല്ലാഹു അൻഹക്കുമായിട്ടുണ്ട്. ഇത് കണ്ടവർ അത്ഭുതപ്പെട്ടപ്പോൾ മലക്കുകൾ പറഞ്ഞു, അത്ഭുതപ്പെടേണ്ടതില്ല, അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ ആ കിട്ടിയ ആതിഥ്യ മര്യാദയുടെ സന്തോഷ കാരണം മലക്കുകൾ വീട്ടുകാർക്ക് ദുആ ചെയ്തു. റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. ഓ കുടുംബമേ, ഓ വിശുദ്ധ കുടുംബമേ, അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും സദാ നിങ്ങൾക്കുണ്ടാകട്ടെ. അന്ന് ദുആ ചെയ്തതിന്റെ അനന്തര ഫലം ഇന്നും നിലച്ചിട്ടില്ല. സർവ നിസ്കാരത്തിലും പറയാറില്ലേ, കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും നീ ഗുണം ചൊരിഞ്ഞതുപോലെ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൂടെ പറയുന്നതാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നത്, ആദ്യത്തെ പോയിന്റ്, വീട് ബറക്കത്തിന്റെ കേന്ദ്രങ്ങളാകണം. വീട്ടിലുള്ളവർ കേടാകാതിരിക്കണമെങ്കിൽ നല്ല വീടിന്റെ അകത്ത് നിന്നെങ്ങനെ ദുഷിച്ചവര് വരിക? ഒരിക്കലും ഇല്ല. നല്ല വീടിന്റെ അകത്ത് നിന്ന് നല്ലവരാണ് പൊട്ടിപ്പുറപ്പെടുക. നല്ല സ്വഭാവികളാണെങ്കിൽ മക്കളും നല്ല സൽസ്വഭാവികളാണ്. ഉമ്മയും ഉപ്പയും നല്ല സ്നേഹത്തിലാണെങ്കിൽ മക്കളും അങ്ങനെയാണ്. നല്ല സഹകരണത്തിലാണെങ്കിൽ അവരിലും നല്ല സഹകരണമാണ്. അവര് എല്ലാം ക്ഷമിക്കാനും ത്യജിക്കാനും കഴിവുള്ളവരാണോ, മക്കളിലും അങ്ങനെയുണ്ടാകും. സത്യം
സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണോ മക്കളും അങ്ങനെ തന്നെയാകും. നീതിയുടെ ധർമ്മത്തിന്റെ പക്ഷത്ത് കരുത്താർജിച്ചവരാണോ മക്കളിലും അത് കണ്ടു കഴിയാൻ പറ്റും. അങ്ങനെ നല്ല ബറക്കത്തുള്ള കേന്ദ്രങ്ങളാകണം നമ്മുടെ വീടുകൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ബറക്കത്തിന്റെ കുറവ് നമ്മുടെ വീടുകളിൽ ഉണ്ടോ? ഉണ്ട്, തീർത്തും ഉണ്ട്. ബറക്കത്തിന് എതിരാകാനുള്ള കാരണമെന്താണ്? ഞാൻ ഓരോന്നും സമയബന്ധിതമായി പറയുന്നു. വഅദ് കേട്ട് ഒച്ച കേട്ട് പോയാൽ പോരാ, എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കണം. അള്ളാഹു പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലൂടെയുള്ള ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പഠിപ്പിച്ച വസ്തുതകളാണ് പറയുന്നത്. തിരുത്തേണ്ടത് തിരുത്തണം, കൂട്ടേണ്ടത് കൂട്ടണം, എന്നിട്ട് നല്ല സമൃദ്ധിയുടെ വീടാകണം. വീട് കാണുമ്പോഴേക്ക്, സ്വഭാവം കാണുമ്പോഴേക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് നല്ല ആള് വരും എന്ന് മഹാന്മാര് നേരത്തെ പലരോടും പറഞ്ഞതുപോലെ നല്ലവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭവനങ്ങളാകണം നമ്മുടെ ഭവനങ്ങൾ. നല്ലവർക്കുള്ള ശിക്ഷാ കേന്ദ്രങ്ങളാകണം. ഉമ്മമാരെ, ചരിത്രത്തിൽ ഇടം നേടിയ ഒരുപാട് മഹാരഥന്മാരെ മാതാക്കളാണ് വളർത്തുവിട്ടത്. ഒരുപാട് മഹാരഥന്മാരെ മഹാന്മാരാക്കിയത് ഉമ്മമാരാണ്, ഉപ്പമാരാണ്. അവരതിനു വേണ്ടി നന്നായി പ്രവർത്തിച്ചു. കേടുപാടുകൾ പറ്റുമോ എന്ന് സസൂക്ഷ്മം വീക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഇരുന്ന് അവർ വീടും വീടിന്റെ പരിസരവും വീടിന്റെ ഉൾഭാഗവും ആ വീടിനുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ ലെവലും എല്ലാം അവർ ശരിയാക്കി വെച്ചു. ആ വീട്ടിൽ വളർന്ന ആളുകളെ കിട്ടണമെന്ന് മറ്റുള്ളവർ മോഹിക്കുന്ന രൂപത്തിൽ ഇവരെ സ്വഭാവവും സംസ്കാരവും സമ്പന്നമാക്കി. ഇരിക്കട്ടെ, വീട്ടിൽ ബറക്കത്ത് കുറയാൻ പാടില്ല. വീട് സമാധാനത്തിന്റെ ബറക്കത്തിന്റെ കേന്ദ്രങ്ങളായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞിടത്ത് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹുവിന്റെ തൗഹീദിന്റെ തെളിവുകൾ പറയുമ്പോ കൂട്ടത്തിൽ അല്ലാഹു പറയുന്നൊരു തെളിവാണ്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അല്ലാഹു നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് സകൻ നൽകി, സായുജ്യമടയാനുള്ള അവസ്ഥ അല്ലാഹു തന്നു. നിങ്ങൾ അങ്ങാടിയിലാകുമ്പോഴുള്ള അവസ്ഥയല്ല വീട്ടിൽ, ജോലി സ്ഥലത്താകുമ്പോഴുള്ള അവസ്ഥയല്ല വീട്ടിൽ. വീട്ടിലെത്തിയാൽ ഒരു ശാന്തതയുണ്ട്, വീട്ടിലെത്തിയാൽ ഒരു സമാധാനമുണ്ട്. ആ വീട്ടിൽ കാര്യമായി ഒന്നുമില്ലെങ്കിലും, കുടിക്കാനോ കഴിക്കാനോ ഒന്നുമില്ലെങ്കിലും അവനവന്റെ വീട്ടിലെത്തുമ്പോഴേക്ക് വല്ലാത്തൊരു സമാധാനമാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഭവനങ്ങൾ, ആ ഭവനങ്ങളിൽ അല്ലാഹു നിങ്ങൾക്ക് സായുജ്യം നൽകിയിട്ടുണ്ട്. അത് അല്ലാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ്. മനുഷ്യന്മാര് താമസിക്കുന്ന വീടുകൾ മൊത്തത്തിൽ രണ്ടെണ്ണമാണ്. താൽക്കാലിക ഭവനങ്ങളുണ്ട്, സ്ഥിരതാമസത്തിന് വേണ്ടി വല്ലാതെ കെട്ടുറപ്പോടെ പണിതുണ്ടാക്കുന്ന ഭവനങ്ങളും ഉണ്ട്. ജോലി സ്ഥലത്ത് കെട്ടുന്ന ടെന്റുകൾ കണ്ടില്ലേ, അത് താൽക്കാലിക താമസ കേന്ദ്രങ്ങളാണ്. അതെ, അവിടെ നിന്നൊരു 5-6 മാസം ജോലിയെടുത്ത് പിന്നെ സ്ഥിരതാമസത്തിന് വേണ്ടി മണ്ണും കളിമണ്ണും സിമന്റും മറ്റു ഉപകരണങ്ങളൊക്കെ ചേർത്തുണ്ടാക്കിയ നല്ലൊരു ഭവനമുണ്ട്. ആ ഭവനത്തിലേക്ക് മാറി താമസിച്ച് വിശ്രമിക്കുന്ന പതിവുണ്ട്. അല്ലാഹു അനുഗ്രഹത്തിന് വേണ്ടി തന്ന ഈ വീടുകൾ, ആ വീട്ടിൽ സദാ അനുഗ്രഹങ്ങൾ വർഷിക്കേണ്ടതുണ്ട്. ഒരിക്കലും ആ വീട്ടിൽ അനുഗ്രഹത്തിന്റെ കേടായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആ വീട്ടിൽ താമസിക്കുന്ന ഏറ്റവും നെടുന്തൂണുകളായ ബാപ്പമാരോടും ഉമ്മമാരോടും ആദ്യമായി ഞാൻ പറയട്ടെ, വീടിന്റെ ബറക്കത്തിന്റെ കുറവ് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മുടെ വാക്കിലൂടെ അനാവശ്യ സംസാരങ്ങൾ വീട്ടിൽ മുഴങ്ങരുത്. എല്ലാ ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കണം. അനാവശ്യ സ്വരങ്ങൾ വീട്ടിന്റെ ഉൾഭാഗത്ത് വെച്ച് നമ്മുടെ നാവിലൂടെ വരരുത്. കാരണം ആ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടില്ലേ, വിശുദ്ധ ഖുർആൻ ഇരിക്കുന്നുണ്ട്, വിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഇരിക്കുന്നുണ്ട്, മഹാരഥന്മാരുടെ ചരിത്രത്തിന്റെ താളുകൾ ഇരിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും മറന്ന് നമ്മളെങ്ങനെയാണ് കൽബേന്ന് വിളിക്കുക?
നമ്മളെങ്ങനെയാണ് ഖിൻസീറേന്ന് വിളിക്കുക, നമ്മളെങ്ങനെയാണ് ഹിമാറേന്ന് വിളിക്കുക? അനാവശ്യ സംസാരങ്ങൾ വീട്ടിന്റെ ഉള്ളിലുണ്ടോ? ആ വീട് മാലിന്യത്തിൽ നിന്ന് മുക്തമല്ല. നല്ലവരാണ് വീട്ടിന്റെ ഉള്ളിൽ സംസാരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്, അയാൾ വരുന്നുണ്ട്, സമ്മതം കൊടുത്തേക്ക്, ബീസാഖുൽ അശീർ, ആള് മോശക്കാരനാണ്. ഒരാൾ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അയാൾക്ക് സമ്മതം കൊടുത്തേക്ക് വീട്ടിലേക്ക് വരാൻ, പക്ഷെ ആള് മോശക്കാരനാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇതെന്താ നബിയെ വർത്താനം? മോശക്കാരനാണെങ്കിൽ പിന്നെ സമ്മതം കൊടുക്കണം? അല്ല, വീട്ടിലേക്ക് കയറാൻ ഒരാൾ സമ്മതം ചോദിക്കുമ്പോ എത്ര മോശക്കാരനാണെങ്കിലും മാന്യത സമ്മതം കൊടുക്കലാണ്. പിന്നെന്തിനാ നബിയെ മോശക്കാരനാന്ന് പറഞ്ഞത്? അത് നിങ്ങൾ സമ്പർക്കം പരിമിതപ്പെടുത്താനാണ്. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കും പോലെ അയാളെ ബഹുമാനിക്കേണ്ട, അയാൾ പെട്ടെന്ന് പോകേണ്ട ആളാ. നിങ്ങളെ സൽക്കാരം കണ്ട് കുറെ ഇവിടെ ഇരുന്ന ആള് ബുദ്ധിമുട്ടാണ്. അയാൾ വേഗം പോയിക്കോട്ടെ, അയാളെ ഉദ്ദേശം നിർവഹിച്ച് വേഗം പോയിക്കോട്ടെ. നിങ്ങൾ എല്ലാവരെയും സൽക്കരിക്കും പോലെ ഇയാളെ സൽക്കരിച്ചാൽ അയാൾ ആ സ്വഭാവങ്ങളൊന്നും മാറ്റാൻ ഒരുക്കുമല്ല, അയാൾ അവിടെ ഇങ്ങനെ ഇരിക്കും. എന്താണ് അയാൾക്ക് കേട്? അയാളെ സംസാരം ശരിയില്ല. വീട്ടിലേക്ക് വരുന്നവരെ വേണ്ട വിധത്തിൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആതിഥ്യ മര്യാദകൾ വേണ്ട പോലെ മുറ തെറ്റാതെ സ്വീകരിക്കുന്നവരാണ് അവർ. അവരോട് തങ്ങൾ പറയുന്നു, അങ്ങനെ വേണ്ട, ചെറിയ ഒരു ബഹുമാന ആദരവ് കൊടുത്ത ആള് പോയിക്കോട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നൊരു പെണ്ണ് സംസാരിക്കുകയാണ്. സംസാരം കുറെ നേരം ഇങ്ങനെ നീണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒന്ന് സംസാരം ചുരുക്കിയിട്ട് ആ പെണ്ണിനെ യാത്രയാക്കാൻ പറയണം. ആ പെണ്ണ് സ്വഭാവം ശരിയില്ല. തെളിവുകൾ കുനുകുനേന്ന് ഞാൻ പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. ഗീബത്തിന്റെ കേന്ദ്രാകരുത് വീട്, നമീമത്തിന്റെ കേന്ദ്രാകരുത് വീട്, ഫിത്തിനും ഫസാദും പറയുന്ന ഡൈനിങ് ഹാളാകരുത്, അനാവശ്യങ്ങൾ ഖുർആനും സബീനയും പൂട്ടിവെച്ച് പറയുന്ന കേന്ദ്രാകരുത്. അപ്പൊ അവിടുന്ന് നല്ല വിത്ത് മുളക്കാൻ വലിയ പ്രയാസാണ്. കാരണം ചുറ്റുഭാഗത്തും ഇരുന്ന് കേൾക്കുന്നത് വകതിരിവ് എത്തിയതും എത്താത്തതുമായ പറക്കമുറ്റാത്ത മക്കളാണ്. അവരെന്താ കേൾക്കുന്നത്? ബാപ്പയും ഉമ്മയും ആരാനെ തിന്നുന്നത്, ബാപ്പയും ഉമ്മയും എളാപ്പാനെ തിന്നത്, മൂത്താപ്പാനെ തിന്നുന്നത്, അയൽവാസിയെ തിന്നുന്നത്, വല്യാപ്പാന്റെ കുറ്റം കുറവും പറയുന്നത്, ഇതൊക്കെയാണ് പേരക്കിടാങ്ങൾ കേൾക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവരുടെ സ്വഭാവത്തിന് നമ്മൾ നല്ല സ്വഭാവത്തിന് കത്തിവെക്കുകയാണ്. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കള് ദുഷിക്കുന്നത് ബാപ്പ ഉമ്മമാരിലേക്ക് ചേർത്തി പറഞ്ഞത്, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ മക്കളും ജനിക്കുന്നത് വിശുദ്ധിയുടെ പാകതയിലാണ്. നല്ല പക്വതയിലും പാകതയിലുമാണ് മക്കളെ. ജനനത്തിനൊരു തകരാറും ഇല്ല. പിന്നെ അവരുടെ നല്ല ആ മെന്റലിസം അത് ദുഷിപ്പിക്കുന്നത്, അതിനെ മോശാവസ്ഥ സൃഷ്ടിക്കുന്നത്, അവരെ യഹൂദിയും നസ്രാനിയും മജൂസിയുമാക്കി മാറ്റുന്നത് ഫഅബവാഹു, അവന്റെ മാതാപിതാക്കളാണ്. നല്ല രൂപത്തിൽ സ്നേഹം ചൊരിഞ്ഞ് സ്നേഹം കിട്ടിയ ആണോ പെണ്ണോ ആണെങ്കിൽ ജീവിതത്തിൽ അവരെ വിട്ടുപിരിയാൻ ഭർത്താവിനും ഭാര്യയ്ക്കും കഴിയില്ല. കാരണം ആ വീട്ടിൽ നിന്ന് പഠിച്ച ഗുണമാണത്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് മറക്കരുത്. വീട്ടിലുള്ള സംസാരങ്ങൾ കൃത്യമായും നിയന്ത്രിക്കേണ്ടതുണ്ട്. വീട് ബറക്കത്തിന്റെ കേന്ദ്രങ്ങളാകാൻ അസ്വാരസ്യങ്ങൾ സംസാരിക്കുന്നത് വീടിന്റെ ബറക്കത്തിന് കുറവാണ്. വഹി ഇറങ്ങിയ വീടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആര് വന്നാലും നബി തങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. അയാൾ അങ്ങനെ, ഇയാൾ ഇങ്ങനെ, മറ്റാളെ നടത്തം ഇങ്ങനെ, മറ്റാളെ ഭാഷ ഇങ്ങനെ എന്ന് ആരും എന്നോട് പറയാൻ പറ്റൂല. എനിക്കത് താല്പര്യമില്ല, എനിക്കത് ഇഷ്ടമില്ല. ഇത് ആദ്യം മുന്നോട്ട് വെക്കുന്നൊരു ഡിമാൻഡാണ്. എന്തിനാണെന്നറിയോ? നല്ലത് മാത്രം പറയാനാണ്, നല്ലത് മാത്രം കേൾക്കാനാണ്, നല്ലത് മാത്രം ചോദിക്കാനാ, നല്ലത് മാത്രം ശീലിക്കാനാണ്.
ഇത് ബാപ്പ ഉമ്മാനെങ്ങനെ പൊരിച്ചുമ്പോൾ ഉമ്മ ചിലപ്പം ഡോസ് കൂടിയതായിരിക്കും ബാപ്പാനെ പൊരിച്ചുമ്പോൾ മക്കൾ ഇങ്ങനെ നടുത്തളത്തിൽ നിന്ന് ഇങ്ങനൊക്കെ സ്റ്റേജിലെത്തുമ്പോൾ ഇങ്ങനെ ആകണം, ഇങ്ങനൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ ആകണം, ഇങ്ങനൊക്കെ കുഴപ്പങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ല സ്വഭാവത്തിൽ വളർന്നു വരേണ്ട കുട്ടി മൂന്നാമത്തെ വയസ്സിൽ ഒരു ചെറിയ പാഠശാലയിൽ കൊണ്ടുപോയി ചേർക്കുന്ന ഒരു കറയും കൽബിലില്ലാത്ത കുട്ടി, ആ കുട്ടിയെ വേറൊരാൾ ഇങ്ങനെ നുള്ളിയപ്പോഴേക്ക് കുട്ടി വിളിച്ചു മരപ്പോത്തെ. കുട്ടിക്ക് എവിടുന്ന മരപ്പോത്തേന്ന് ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തതാ, ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തതാ, മാഷ് പഠിപ്പിച്ചു കൊടുത്തതാ. അങ്ങനെ ഒരു അധ്യായം ഉണ്ടോ മരപ്പോത്തിന്റെ അധ്യായം? എവിടുന്ന അത് വന്നത്? നമ്മളെ നാവിൽ നിന്ന് നിർഗളിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അല്ല, എവിടുന്നത് കിട്ടിയത്? എവിടുന്നാണ് കിട്ടിയത്? നമ്മളും നമ്മുടെ പരിസരങ്ങളൊന്നും കിട്ടിയതാണ്. ഒരിക്കൽ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് ഞാനും എൻ്റെ ഭാര്യയും നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ കുട്ടിയിൽ നിന്ന് ഒരു നിൽക്കം ഞങ്ങൾ കേൾക്കാത്തൊന്ന് കേട്ടപ്പോ പതുക്കെ ആ കുട്ടിയെ ഒന്ന് സ്വാധീനിച്ചിട്ട് ഉമ്മ മടിയിരുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് തലോടിയിട്ട് ചോദിച്ചു, മോനിപ്പോ പറഞ്ഞത് എവിടുന്നാ കിട്ടിയത്? അതുമ്മ ഞാൻ അവിടെ കളിക്കാൻ പോയപ്പോ അതാ ആ കുട്ടി ആ കുഞ്ഞോന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. ഉണ്ടെങ്കിൽ അതങ്ങനെ പകർന്നു, കുട്ടികൾ അങ്ങനെ പകർത്തുകയാണ്. ആ പകർത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ അവർ കണ്ട് പഠിക്കുകയാണ്, പിന്തുടരുകയാണ്. നമ്മൾ അല്ലാഹുവിനോട് എന്താ ദ്വാരക്കുന്നത് പല സമയത്തും? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഒരു സ്ഥാനം എല്ലാവർക്കും ചോദിച്ചു വാങ്ങാന്ന് മഹാന്മാര് പറഞ്ഞു. അതെന്താണ്? ദീനീ രംഗത്ത് സ്വന്തം പിന്നിലുള്ളവർക്കൊരു ഇമാമാകാൻ, മാതൃകാ യോഗ്യനാകാൻ ആണും പെണ്ണും അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. ഞങ്ങളുടെ നാഥാ, ഞങ്ങളെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമയേകുന്നതിനെ തരണം. ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് കൺകുളിർമ ലഭിക്കണം. കൺകുളിർമ കിട്ടുന്നത് ഫിദ്ദീനി, ദീനിലാണ്, ദുനിയാവിലല്ല എന്ന് റാസി ഇമാം തങ്ങൾ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ദുനിയാവിന്റെ വിഷയത്തിലുള്ള കുളിർമയാണെങ്കിൽ എല്ലാവരും അതിന് തുല്യരാണ്, അതൊരു കുളിർമയായി കൂട്ടാനില്ല. ദീനിന്റെ വിഷയത്തിലുള്ള കുളിർമയാണ് ഉദ്ദേശിക്കുന്നത്. പറയാതെ തന്നെ ഫർള് നിസ്കരിക്കും, പറയാതെ തന്നെ സുന്നത്ത് നിസ്കരിക്കും, പറയാതെ തന്നെ ജമാഅത്തിന് പോകും, ആട്ടാതെ തന്നെ ഖുർആൻ ഓതും, ഒന്നും പറയാതെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യും. ആ ഒരു പക്വതയിലേക്ക് എത്തുന്ന രൂപത്തിൽ നല്ല മക്കളായി തീരാനല്ലേ അള്ളാഹുവിനോട് ദ്വാരക്കുന്നത്. തൊട്ടു താഴെ നമ്മൾ പറയുന്നു, അവരങ്ങനെ ആകണമെങ്കിൽ ഞങ്ങളും നന്നാകണമല്ലോ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ മുത്തഖീങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊരു ഇമാമായി നിന്നുകൊടുക്കാൻ, ഞാൻ എന്റെ ജീവിതം ശരിയാക്കുന്നത് എന്റെ ബാപ്പാനെ കണ്ടാണെന്ന് പറയാൻ, ഞാൻ എന്റെ സ്വഭാവം ക്രമീകരിക്കുന്നത് എന്റെ ഉമ്മാനെ കണ്ടാണെന്ന് പറയാൻ പറ്റുന്ന പക്വതയിൽ ഞങ്ങളെ നീ ആക്കണേ. ഇത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ സ്വഭാവ വൈശിഷ്ട്യത്തിൽ ജീവിച്ച ഒരു മാതാവിന്റെയും പിതാവിനും പറന്ന ആണിനെയും പെണ്ണിനെയും ഒരു കുടുംബം സ്വീകരിച്ചിട്ട് ഒരിക്കലും കഴിയൂല. ലോക ചരിത്രത്തിന് സാക്ഷിയല്ലേ, പറഞ്ഞാൽ തീരുവോ? ഞാൻ ഒറ്റൊന്ന് പറയട്ടെ. ഉദാഹരണത്തിന്, ബാപ്പാന്റെ ഉമ്മാന്റെ സ്വഭാവം നന്നായിട്ട്, മക്കൾ ഉത്കൃഷ്ടരായിട്ട്, ആ മക്കളെ കിട്ടണമെന്ന് മോഹിച്ചവരും അങ്ങനെ കിട്ടിയിട്ട് എന്തു പ്രതിസന്ധി വന്നിട്ടും കയ്യെത്താത്തവരും എത്ര ഉണ്ട്? ഒഴിച്ചു കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 25 വർഷത്തെ നീണ്ട കുടുംബ ജീവിതം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ്. അത്ര കുടുംബജീവിതം മറ്റൊരു ഭാര്യമാർ കൂടെയും തങ്ങൾ നിർവഹിച്ചിട്ടില്ല. ആ 25 കൊല്ലത്തെ ജീവിതത്തിൽ പിറന്ന മക്കളാണ് 6 മക്കളും. അതിൽ 4 മക്കൾ പെൺമക്കളാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ എന്നൊരു മകളുണ്ട്. ആ സൈനബ് ബീവിയെ നിയമങ്ങൾ വരുന്നതിന്റെ മുമ്പ്, മാറ്റങ്ങളുടെ നിയമങ്ങൾ വരുന്നതിന്റെ മുമ്പ് സൈനബ് ബീവിയെ കല്യാണം കഴിച്ചിരുന്നത് അബുല്ലാസാണ്. അബുല്ലാസ് അന്ന് മുസ്ലിം അല്ല. അന്നങ്ങനെ മുസ്ലിമിനെ വിവാഹം ചെയ്തു കൊടുക്കാവൂ എന്ന നിയമം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അബുല്ലാസ് കല്യാണം കഴിച്ചു. നബി തങ്ങൾ മദീനയിലേക്ക് പോയപ്പോഴും അബുല്ലാസും സൈനബ് ബീവി മക്കത്താണ്. ബദറിലേക്ക് മുശ്രിക്കുകൾ പോകുമ്പോ നബി തങ്ങളെ എതിർ സ്ഥാനത്ത് അബുല്ലാസ കക്ഷികളിലുണ്ട്.
അബുല്ലാസിനോട് മുശ്രിക്കുകൾ പറഞ്ഞു, അബുല്ലാസെ, ആ പെണ്ണിനെ കൂടെ വെച്ചിട്ട്, ആ മകളെ കൂടെ വെച്ചിട്ട് അമ്മോശനോട് യുദ്ധത്തിന് പോകാന്ന് പറഞ്ഞൊരു മോശല്ലേ? അപ്പൊ നല്ല ശൈലൊന്നും ത്വലാക്കല്ലേ അവിടെ കൊണ്ടാക്കിയിട്ട് പോകില്ലേ നല്ലത്? അബുല്ലാസ് പറഞ്ഞു, നിങ്ങൾക്ക് എന്തും പറയാം, അത് മാത്രം പറയരുത്. സൈനബ് ബീവിയെ ഒഴിവാക്കാനുള്ള ഒരു വർത്തമാനം പറയരുത്. അത്തരത്തിലൊരു കുട്ടിയെ ഈ രാജ്യത്ത് ഞാൻ നോക്കിക്കാണുന്നില്ല. അബുല്ലാസ് പറയാണ്, എനിക്കത്തരത്തിൽ സ്നേഹം തരാനും എന്നോട് സഹകരിക്കാനും ഇണങ്ങാനും അതുപോലെ പറ്റിയൊരു മകള് ഈ നാട്ടിലല്ല, ഈ രാജ്യത്ത് തന്നെ കാണാൻ പറ്റൂല. എന്താണ് സൈനബ് ബീവിന്റെ സ്നേഹം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചില്ലറ സ്നേഹം. എവിടുന്നാണ് ഈ സ്നേഹം കിട്ടിയത്? സ്നേഹത്തിന്റെ വിശദീകരിച്ചാലും വറ്റാത്ത രൂപത്തിൽ കിടക്കുന്ന അധ്യായങ്ങളെ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. മഹദിയിൽ നിന്നല്ലേ ഇത് പഠിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നല്ലേ പഠിക്കുന്നത്? ഭർത്താവിനെ കുഴക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് മുശ്രിക്കുകളിൽ നിന്ന് വന്നാൽ അതിന് പരിഹാരം കൊടുത്തത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ചില്ലറ പരിഹാരം ഒന്നും നിങ്ങൾ ആലോചിച്ചു. കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 40ാമത്തെ വയസ്സിൽ, നേരത്തെ 2 ഭർത്താക്കന്മാർ കഴിഞ്ഞ് നബിതങ്ങളെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വിവാഹം ആലോചിച്ച് തങ്ങളെ വരനായി സ്വീകരിച്ചപ്പോ മക്കക്കാർ ആദ്യം പറഞ്ഞ ആക്ഷേപം എന്താ? ഖദീജ ഒരു പൈസ ഇല്ലാത്ത ഒരു പച്ച പാവത്ത് നോക്കിയിട്ടാണോ ഭർത്താവായി തിരഞ്ഞെടുക്കാൻ കണ്ടത്? അതിന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ പരിഹാരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ സ്വത്തിന്റെ മുഴുവൻ അധികാരവും തങ്ങളെ ഞാൻ ഏൽപ്പിച്ചു. ഇനി ആ സമ്പത്തെടുത്ത് തങ്ങൾ ചെലവഴിച്ചോളൂ. അതല്ലേ തങ്ങൾ പറഞ്ഞത്? ജനങ്ങളെല്ലാവരും എനിക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോ എനിക്ക് വേണ്ടത് അത്രയും തന്ന് എന്നെ സഹായിച്ചത് എന്റെ ഖദീജയാണ്. ഖുർആനും അതെടുത്തു പറഞ്ഞില്ലേ, വവജദക ആയിലൻ ഫഗ്നാ. വവജദക ആയിലൻ, നബിയെ തങ്ങൾ ദാരിദ്ര്യാവസ്ഥയിലായിട്ട് അല്ലാഹു തങ്ങളെ എത്തിച്ചു. ജനങ്ങൾ തങ്ങളെ പറ്റി അങ്ങനെ മനസ്സിലാക്കി. ഫഗ്നാ, അല്ലാഹു തങ്ങൾക്ക് ഐശ്വര്യം തന്നു. ഇമാം ഖുർത്തുബി തങ്ങൾ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞു, ഫഗ്നാക ബിമാലി ഖദീജത, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് തന്ന് തങ്ങളെ അല്ലാഹു സമ്പന്നനാക്കി. അതൊരു സ്നേഹത്തിന്റെ പരിഹാരമാണ്. ഒരു സ്ഥലത്തും ആ സ്നേഹത്തിന് കുറവില്ല. 3 കൊല്ലം ഷൈബ് അബി ത്വാലിബിൽ താമസിച്ചപ്പോൾ ഉമ്മമാരെ, നമ്മൾ സ്നേഹത്തിന്റെ സഹനത്തിന്റെ പാഠം പഠിക്കണം. കാരണം നമ്മളെ കണ്ട് ജീവിക്കുന്നവർക്ക് നമ്മൾ മാതൃകയാകണം. എപ്പോഴും അടിച്ചുപൊളി സുഖപ്പൊളി മാത്രം കരുതരുത്. ത്യാഗം ചെയ്യാനും സഹനം ചെയ്യാനും കഷ്ടപ്പെടാനും എല്ലാറ്റിന്റെയും മാതൃക കാണിച്ചു പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാറ്റിന്റെയും എല്ലാ നന്മയുടെയും മാതൃകകളുടെ കേന്ദ്രമായി ഗുരുക്കളായി മാറേണ്ടത് മാതാപിതാക്കളല്ലേ. അദബ് അള്ളാഹു നൽകുന്നതല്ല, അദബ് മാതാപിതാക്കളിൽ നിന്ന് വരുന്നതാണ്. അസ്വലാഹിയത്തു മിനല്ലാഹ് വൽ അദബു മിനൽ വാലിദൈൻ. മക്കൾക്ക് അദബ് കിട്ടേണ്ടത് ബാപ്പ ഉമ്മമാരിൽ നിന്നാണ്. അവർക്ക് സ്വലാഹിയത്ത് ലഭിക്കേണ്ടത്, അവർ സജ്ജനങ്ങളിൽപ്പെട്ട സച്ചരിതരാകാനുള്ള അവസ്ഥ ലഭിക്കേണ്ടത് അത് അള്ളാഹുവിൽ നിന്നാണ്. ബാപ്പയും ഉമ്മയും കൃത്യമായി അദബ് പഠിപ്പിച്ചിട്ടുണ്ടോ, ആ കുട്ടിയും ആ മകളും ആ മകനും സ്വാലിഹായേ പറ്റൂ. തർക്കല്ല വിഷയത്തിൽ. വീട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ബാപ്പയും ഉമ്മയും സദാസമയത്തും തെറിയഭിഷേകം പറയുന്നവരാണെങ്കിൽ മക്കൾ അങ്ങാടിയിൽ വന്ന് പറയുന്നതിന് ആരെ പറയാനാണ്? അവർ കളിക്കളങ്ങളിൽ തല്ലുന്നതിനും ചീത്ത പറയുന്നതിനും ആരെ പറയാനാണ്? സ്കൂളിൽ വെച്ച് അധ്യാപകന്മാരുടെ, മദ്രസിൽ വെച്ച് ഉസ്താദുമാരുടെ മുഖത്ത് നോക്കി ചീത്ത പറയുന്നതിന് ആരെ പറയാനാണ്? എവിടുന്നാണിത് വളർന്നു വരുന്നത്? അതിന്റെ ഉത്ഭവ കേന്ദ്രം എവിടെയാണ്? അതല്ലേ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, അബുല്ലാസ് പറഞ്ഞു, സൈനബ് ബീവിയെ ത്വലാഖ് ചൊല്ലിയിട്ട് നിങ്ങൾ എന്നോട് പറയരുത്, ഞാനത് അംഗീകരിക്കൂല. അങ്ങനെ ബദറിൽ പോയി. ബദറിൽ യുദ്ധ തടവുകാരിൽ അബുല്ലാസിനെ പിടിക്കപ്പെട്ടു. 70 തടവുകാരിൽ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകളുടെ ഭർത്താവായ അബുല്ലാസ് ബിൻ റബീഅ.
അബുല്ലാസിനെ പിടിക്കപ്പെട്ടു. ആ വാർത്ത മക്കയിൽ അറിയുന്നു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മഹദി വല്ലാതെ സങ്കടപ്പെട്ടു. സംഗതി എന്തായാലും ഭർത്താവല്ലേ, ഭർത്താവാണ് എന്ന നിലക്കുള്ള വല്ലാത്തൊരു ദുഃഖം സൈനബ് ബീവിക്കുണ്ട്. സംഗതി യുദ്ധത്തിന് പോയതാണ്, പിടികൂടപ്പെട്ടത്, സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ ഭർത്താവിനല്ലേ പിടികൂടപ്പെട്ടത്. അങ്ങനെ മക്കക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, മോചനദ്രവ്യം ഉള്ളവരൊക്കെ കൊണ്ടുവന്നോളൂ, ബന്ദികളെ വിട്ടുതരാം. സൈനബ് ബീവിന്റെ ഒരു സ്നേഹം നോക്കണം നിങ്ങൾ. നമ്മളാണെങ്കിൽ ഒരു പക്ഷേ ഒരു ഭാഗത്ത് ചിന്തിക്കെന്താ, യുദ്ധത്തിന് പോയിട്ടല്ലേ, ആരാ പോകാൻ പറഞ്ഞ്, ബാപ്പാക്കെതിരെ യുദ്ധത്തിന് പോകേണ്ടിന്ന്, കുടുങ്ങിയതല്ല, അവിടെ കടന്നോട്ടെ എന്നല്ലേ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ഏക ആഭരണമായി കഴുത്തിലുണ്ടായിരുന്ന മാല, ആ മാല അയച്ച് ഒരു പൊതിയിലാക്കി പൊതിഞ്ഞ് ഒരാളെ കൈവശം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വേഗം കൊണ്ടുപോയി കൊടുക്കണം എന്റെ ഉപ്പാന്റെ കയ്യിൽ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ കൊടുക്കാൻ. ഇതെന്താണ്? ഇതെന്റെ ഭർത്താവിനുള്ള മോചന ദ്രവ്യമാണ്. ആ മാല ഇങ്ങനെ കൊണ്ടുവന്ന് തങ്ങളിങ്ങനെ നിവർത്തി നോക്കിയപ്പോൾ ഫബകാ, മാല കണ്ടപാടെ തങ്ങൾ കരഞ്ഞു. കരച്ചിൽ കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ എന്താണ് വിഷമം? ഒന്നുമല്ല സഹോദരന്മാരെ, സ്വഹാബിമാരെ, ഈ മാല ആരുടേതാണെന്നറിയുമോ? എന്റെ കൂടെ ദീർഘകാലം ജീവിച്ച എന്റെ ആദ്യത്തെ എന്റെ ഇണയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മാലയാണ്. അവസാനമായി ശരീരത്തിൽ ധരിച്ചിരുന്ന മാലയാണ്. രോഗശയ്യയിൽ കിടക്കുമ്പോ ഞാനൊന്ന് കാണാൻ വേണ്ടി ഒരു ദിവസം അടുത്തേക്ക് ചെന്നപ്പോൾ ഈ ഒരൊറ്റ മാലയാണ് കഴുത്തിലുള്ളത്. എന്നോട് പറഞ്ഞു, ഈ മാല ഞാൻ എന്റെ മോൾക്ക് കൊടുക്കട്ടെ, സൈനബ് ബീവിക്ക് കൊടുക്കട്ടെ എന്ന് എന്നോട് സമ്മതം ചോദിച്ചു. അവസാനമായി കഴുത്തിലുണ്ടായിരുന്ന ആഭരണമായ മാല അതങ്ങനെ ഊരി എന്റെ മകൾക്കൊരാഭരണവുമില്ലല്ലോ എന്ന് പറഞ്ഞ് കെട്ടിക്കൊടുത്തതാണ്. ആ മാല ഇപ്പോൾ കൊടുത്തേച്ചിരിക്കുന്നത് ഭർത്താവിനെ മോചിപ്പിക്കാനാണ്. എന്തൊരു സ്നേഹമാ നിങ്ങൾ നോക്ക്. എന്റെ ഭർത്താവ് അങ്ങനെ കുടുങ്ങരുത് എന്നുള്ളൊരു ചിന്തയല്ലേ. ഭർത്താവിനെ മോചിപ്പിക്കാൻ മാല കൊടുത്തയച്ചു സൈനബ് റളിയല്ലാഹു അൻഹാ. സൈനബ് ബീവിയുടെ മാല വേണോ അബുല്ലാസിനെ മോചിപ്പിക്കാൻ? തങ്ങളങ്ങനെ സങ്കടപ്പെട്ടിട്ടാ ചോദിക്കുന്നത് എന്ന് കണ്ടപ്പോ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ മാല വേണ്ട, സ്വതന്ത്രമായി ഒന്നുമില്ലാതെ മോചിപ്പിച്ചു തരാം, മാലൊന്നും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ അവര് മോചിപ്പിച്ചു. അബുല്ലാസ് മക്കയിലേക്ക് പോകുമ്പോ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി നബി തങ്ങൾ പറയാണ്, അബുല്ലാസെ, കുറെ കാലമായി നിന്റെ കീഴിലാണ് എന്റെ മകൾ താമസിക്കുന്നത്. മക്കയിലെത്തിയാൽ ഉടനെ സൈനബ് ബീവി ഇങ്ങോട്ട് പറഞ്ഞയച്ചേരണം. ഈ മദീനയുടെ ഏകദേശം ഒരു അതിർത്തി പ്രദേശം വരെ ഞാൻ അലി റളിയല്ലാഹു അൻഹു 2-3 പേരെയും ഇങ്ങോട്ട് അയക്കാം, അവരടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നാക്കി കൊടുത്താൽ മതി. അബുല്ലാസ് മക്കയിലെത്തുന്നത് വരെ ഈ ചിന്തയിലാണ്, അല്ലാഹ്, സൈനബ് ബീവി ഇല്ലാത്തൊരു ജീവിതമാണ് എനിക്ക് വരുന്നത്. വീട്ടിലെത്തിയിട്ടും ഒരു ശോകമുഖമായ അന്തരീക്ഷം. സൈനബ് ബീവി ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ മോചനം കിട്ടി വന്നതല്ലേ? എന്റെ മാല സ്വീകരിച്ചിട്ടില്ലല്ലോ എന്റെ ഉപ്പ, അത് തിരിച്ചു കൊടുത്തയച്ചിരിക്കുകയാണ്, എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ അറസ്റ്റ് ചെയ്ത ആൾക്ക് കൊടുത്തിട്ടില്ലല്ലോ, എന്നിട്ടും നിങ്ങൾക്ക് എന്താ ഒരു വിഷമം? കുറേയേറെ നേരം പിടിച്ചുവെച്ച ശേഷം വിട്ടേക്കാമെന്നത് കരാറായി പറഞ്ഞതല്ലേ എന്ന നിലക്ക് സൈനബ് ബീവിയോട് പറഞ്ഞു, നിങ്ങളെ ഉപ്പാന്റെ അടുത്തേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. സൈനബ് ബീവിക്കത് സന്തോഷമാണെങ്കിലും ഭർത്താവിനെ വിട്ടുപിരിയുകയാണ് എന്ന നിലക്ക് ദുഃഖം വന്നു. ചില്ലറ ദുഃഖമല്ല, വല്ലാത്ത ദുഃഖമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം ഉണ്ട്. അപ്പുറത്ത് ശരിക്കൊരു പ്രതിയോഗിയാണ് എന്ന അർത്ഥത്തിൽ യുദ്ധത്തിന് പോകുമ്പോഴും മകളെ വിട്ടുപിരിയാൻ പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പിഴുതെടുക്കാൻ കഴിയാത്ത അവാജ്യമായ സ്നേഹം കൊണ്ടാണ്, സഹകരണം കൊണ്ടാണ്, ഇണക്കം കൊണ്ടാണ്. ശാരീരികമായ സൗകര്യം കൊണ്ടോ ആകാര സൗഷ്ഠവം കൊണ്ടോ മാത്രമല്ല.
അതിലപ്പുറം ജ്വലിച്ചു നിൽക്കുന്നതല്ലേ സ്നേഹമസൃണമായ പെരുമാറ്റവും സന്തോഷകരമായ സ്വഭാവവും. ഇതൊക്കെ ഉൾച്ചേർന്നത് കൊണ്ടാണ് അബുല്ലാസ് വിട്ടുപിരിയാൻ സമ്മതിക്കാത്തത്. ഉപ്പയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുമ്പോ കുറെ നേരം സൈനബ് ബീവിയും മൗനിയായി നിൽക്കുന്നു, ഒന്നും പറയുന്നില്ല. അവസാനം അബുല്ലാസ് തന്റെ സഹോദരൻ കിനാനെ വിളിക്കുന്നു. കിനാനയോട് പറഞ്ഞു, കിനാന, എനിക്കിങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. മാനസികമായി എനിക്ക് വലിയ തളർച്ചയുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് മദീനയുടെ അതിർത്തി വരെ നിങ്ങൾ കടിഞ്ഞാണും പിടിച്ച് എന്റെ ഭാര്യ, നിങ്ങൾ ഒരു ഭാഗത്ത് ഒട്ടകത്തിൽ എന്റെ ഭാര്യയെ മുന്നിൽ നിർത്തി മറ്റൊരു വാഹനത്തിൽ നിങ്ങൾ കയറിയിട്ട് മദീനയുടെ അതിർത്തിയിലേക്ക് എത്തിച്ചു കൊടുക്കണം. അബുല്ലാസിന്റെ ഭാര്യ അങ്ങനെ സ്വതന്ത്രമായൊരു പ്രശ്നമില്ലാതെ ബദർ യുദ്ധം കഴിഞ്ഞ ശേഷമല്ലേ മദീനയിലേക്ക് പോകാന്ന് കണ്ടപ്പോഴേക്കും മുശ്രിക്കുകൾ ചാടി വീണു. സൈനബ് ബീവിയുടെ വാഹനം തടഞ്ഞു വെച്ചു. ആ വാഹനത്തെ പിടിച്ചു കുലുക്കി. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വാഹനത്തിൽ നിന്ന് താഴെ വീണു. ഗർഭിണിയായ മഹദിയുടെ ഗർഭം അലസിപ്പോയി. ശത്രുക്കളുടെ അക്രമം ഇത്രയും കടുപ്പമുള്ളതാണ്. ഒരു നിലക്കും വിട്ടുവീഴ്ചക്ക് അവർ ഒരുക്കല്ല. അവസാനം അബുല്ലാസ് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പക്ഷത്തല്ല, എന്റെ ഭാര്യയുടെ പക്ഷത്താണ്. നല്ല ഓർമ്മ വേണം നിങ്ങൾക്ക്. നിങ്ങൾ എന്നോട് ത്വലാഖ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാര്യയെ ഞാൻ അതിന് ഒരുങ്ങിയിട്ടില്ല. ഇപ്പോഴും ഞാനത് ചൊല്ലിയിട്ടില്ല. തൽക്കാലം മദീനയിലേക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞപ്പോ ഞാൻ ആ വാക്ക് പാലിച്ച് പറഞ്ഞേക്കുകയാണ്. പക്ഷേ നിങ്ങൾ എന്റെ ഭാര്യയെ വിടുന്നില്ലെങ്കിൽ എനിക്ക് കഴിയും പോലെ അമ്പെയ്ത് നിങ്ങളെ ഞാൻ തകർക്കുമെന്ന് ശപഥം ചെയ്തപ്പോ അബൂ സുഫിയാൻ വന്നിട്ട് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു വിട്ടു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ മദീനയിലെത്തിക്കാൻ കിനാനക്ക് അവർ സമ്മതം കൊടുത്തു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മദീനയിലെത്തി. ഏറെ താമസിയാതെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബുൽ ആസും മദീനയിൽ വന്നു. സൈനബ് ബീവി താമസിക്കുന്ന റൂം ഏതാണ് അന്വേഷിച്ച് ആ റൂമിലേക്ക് എത്തി. ഒരു ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ മകള് സൈനബ് ബീവി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എന്താ ഒരു പെട്ടെന്നുള്ള വരവ് എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്താ വന്നത്? ഒന്നുമല്ല, എന്റെ ഭർത്താവ് അബുല്ലാസ് മക്കയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. എന്റെ ഭർത്താവിന് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട്. ഒരാൾ അഭയം കൊടുത്താൽ മറ്റാർക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു മുശ്രിക്കിന്, ഒരു ശത്രുവാണെങ്കിലും ഒരു മുസ്ലിം അഭയം കൊടുത്താൽ ആ അഭയം എല്ലാവർക്കും ബാധകമാണ്. സ്വഹാബത്തിനോട് നബി തങ്ങൾ ചോദിച്ചു. സൈനബ് ബീവി പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, അഭയം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അബുല്ലാസിനെ കണ്ടാൽ ആരെങ്കിലും ശത്രുവാന്ന് എഴുതിയിട്ടൊന്നും ചെയ്തു പോകണ്ട. അഭയം നൽകപ്പെട്ട ആളാണ്. അഭയം നൽകപ്പെട്ട ആളൊന്നും ചെയ്യാൻ പാടില്ല എന്ന കാര്യം പഠിപ്പിച്ചു. സൈനബ് ബീവിയോട് പറഞ്ഞു, ഭർത്താവ് വന്നത് ശരിയാണ്, പക്ഷേ നീയും അബുല്ലാസും തമ്മിൽ ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല. അബുല്ലാസുമായുള്ള നിക്കാഹ് ബന്ധം ഇനി നിലനിൽക്കൂല. അല്ലാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്, വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനൂ. മുശ്രിക്കുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല ഹത്താ യുഅ്മിനൂ, അവർ മുഅ്മിനാകുന്നത് വരെ. വലാ തുൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന. മുശ്രിക്കത്തുകളെ നിങ്ങൾ വേൾക്കാനും പാടില്ല, അവർ വിശ്വാസിനികളാകുന്നത് വരെ. അപ്പോഴേക്ക് ആയത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശാരീരിക ബന്ധമൊന്നും പുലർത്താൻ പാടില്ല. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ നേരെ ചെന്ന് അബുല്ലാസിനോട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല, കാരണം നിങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്ന വിധി ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണോ? എന്നാ ഞാനതിനൊക്കെ ഒരുങ്ങി വന്നതാണ്. അബുല്ലാസ് ഷഹാദത്ത് കലിമ ചൊല്ലി. അബുല്ലാസിനെ സത്യത്തിൽ ആ ഷഹാദത്തിന്റെ ദർശനത്തിലേക്ക് എത്തിച്ചത് ആ സൈനബ് ബീവിയുടെ വിവരിക്കാൻ പറ്റാത്ത സ്നേഹത്തിന്റെ തലോടലാണ്. സൈനബ് ബീവിയുടെ മാതൃകായോഗ്യമായ പെരുമാറ്റമാണ്. എങ്ങനെ സൈനബ് ബീവിക്ക് അത് കിട്ടിയത്? ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പകർത്തിയെടുത്തതാണ്. അതുകൊണ്ട് വീടിന്റെ നെടുന്തൂണുകളായ ബാപ്പമാരെ, ഉമ്മമാരെ, സൽസ്വഭാവികളാകണം നമ്മൾ. നല്ല പെരുമാറ്റക്കാരാകണം, നല്ലത് പറയുന്നവരാകണം. ബാപ്പയെ കാണുമ്പോഴേക്ക്, ഉമ്മയെ കാണുമ്പോഴേക്ക് മടുപ്പ് തോന്നാൻ പാടില്ല. ഞാൻ
ഞാൻ ഈ ബാപ്പാന്റെ മോനായിട്ടാണല്ലോ പറഞ്ഞത്, എന്റെ ഭാഗ്യക്കേട് തന്നെ എന്നൊരു മകനും പറയരുത്, ഒരു മകളും പറയരുത്. ഈ ഉമ്മാക്ക് പറന്ന മോനായി പോയല്ലോ എന്ന നിലക്ക് ഉമ്മാനെ പറ്റി സങ്കടങ്ങൾ പറയരുത്. അവര് മാർഗദർശികളാകണം, മാർഗം കാണിച്ചു കൊടുക്കുന്നവരാകണം, അദബ് പഠിപ്പിക്കുന്നവരാകണം. ഞാൻ പറഞ്ഞില്ലേ, ചില്ലറ അദബൊന്നുമല്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മാക്ക് ദ്വാരക്കാത്ത ഒരൊറ്റ സുജൂദുമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത സുജൂദുകളിലൊക്കെ എന്റെ ഉമ്മാക്ക് ദ്വാരന്നിട്ടുണ്ട്. അതെന്തേ? എന്നെ ഞാനാക്കിയത് എന്റെ ഉമ്മയാണ്. എനിക്ക് തമ്മീസിന്റെ പ്രായമെത്തുന്നതിന്റെ മുമ്പ് എന്റെ പിതാവ് മരണപ്പെട്ടപ്പോ എന്റെ മാതാവെന്നെ വളർത്തിയതിന് തുല്യതയില്ല. സുബ്ഹ് നിസ്കാരത്തിന് ജനങ്ങളൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോ എന്റെ കയ്യും പിടിച്ച് എന്റെ ഉമ്മ എന്നെ കൊണ്ടുവരും. പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഉമ്മമാരെ, ശിക്ഷണത്തിന്റെ മികവ് പഠിക്കണം. ചീത്ത പറയാൻ മാത്രം പഠിച്ചാ പോരാ, തെറി പറയാൻ മാത്രം പഠിച്ചാ പോരാ, അടിക്കാൻ മാത്രം പഠിച്ചാ പോരാ. മനസ്സിന് സ്വാധീനിക്കുന്ന തലത്തിലുള്ള ശിക്ഷണമാണ് ഏറ്റവും വലിയ മരുന്ന്. അതിനേക്കാൾ വലിയൊരു മരുന്ന് ലോകത്തില്ല. അത് കൊടുക്കാനുള്ളൊരു കഴിവ് ആർജിക്കല നമ്മുടെ ബുദ്ധി. അതാണ് നമ്മുടെ കഴിവ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ മേൽവിലാസം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ ചെറിയ കാലത്ത്, എനിക്ക് വകതിരിവെത്തിയ കാലത്ത് സുബീക്ക് ജമാഅത്തിന് എന്റെ കയ്യും പിടിച്ച് എന്റെ ഉമ്മ വരും. ഉമ്മ പള്ളി കയറി നിസ്കരിക്കല്ല, അപ്പുറത്തുള്ള മരത്തിന്റെ മറവിൽ ഉമ്മ ഇരിക്കും. ഉമ്മ നേരത്തെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് എന്റെ കയ്യും പിടിച്ച് വരുന്നത്. കാരണം ജമാഅത്തിന് കുറച്ചൊരു താമസമുണ്ട് ആളുകൾ വരാൻ വേണ്ടി. വാങ്ങൊടുത്ത ഉടനെ എന്റെ ഉമ്മ നിസ്കരിക്കും. എന്നിട്ട് എന്റെ കയ്യും പിടിച്ച് വന്നിട്ട് മരത്തിന്റെ മറവിൽ ഇരുന്നിട്ട് പറയും, മോനെ പോയിക്കോളൂ, ജനങ്ങളൊക്കെ അതാ പോകുന്നത്. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ എന്റെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു ശിക്ഷണ രീതി ആരാ കാണിച്ചു കൊടുക്കുന്നത്? മാതാവാണ്. ആ മാതാവിന് ദ്വാരക്കാത്തൊരൊറ്റ സുജൂദും എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുമ്പോ, ഉമ്മമാരെ, നമ്മൾ അറിയേണ്ടത് ശിക്ഷണത്തിന്റെ രീതിയാണ്. മദീനയിൽ ഏറ്റവും അധികം ഭാഗ്യം കിട്ടിയ മാതാവ് ആരാണ്? ഒരു വേള പറഞ്ഞാൽ അത് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയാണ്. എന്റെ ഉമ്മു സുലൈം ബീവിക്ക് ഭാഗ്യം കിട്ടിയത്, ഉമ്മു സുലൈം ബീവിക്ക് ആദ്യം പറന്ന മകനാണ് അനസ് റളിയല്ലാഹു അൻഹു. ഉമ്മു സുലൈം ബീവിക്ക് അബൂ ത്വൽഹയിൽ ജനിച്ച മകനല്ല, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടായ കുട്ടിയല്ല, ആദ്യത്തെ വിവാഹത്തിൽ ഉണ്ടായ മോനാണ്. ആ മോന് നബി തങ്ങൾ മദീനയിലെത്തുമ്പോ 10 വയസ്സാണ്. തങ്ങൾ മദീനയിലെത്തിയ ഉടനെ തന്നെ ഉമ്മു സുലൈം ബീവി നബി തങ്ങളുമായി വലിയ അടുത്ത ബന്ധമുണ്ട്. മുലകുടി ബന്ധത്തിലെ ഒരു സഹോദരിയായി, അമ്മായിയായിട്ട് ഉമ്മു സുലൈം ബീവി വരും. അപ്പൊ കാണാനും തൊടാനും ഒക്കെ പറ്റിയ ബന്ധമാണ്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ നേരെ ചെന്നിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഇതെന്റെ മകൻ അനസാണ്, ഞാൻ ഇവിടെ ഇട്ടേച്ചു പോവുകയാണ്. എന്ത് വേണമെങ്കിലും ഈ കുട്ടിയോട് പറഞ്ഞോളൂ, ഈ കുട്ടി അത് നിർവഹിച്ചു കൊള്ളും. 10 കൊല്ലം ഖിദ്മത്തെടുക്കാൻ ഭാഗ്യം കിട്ടിയ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഉമ്മാന്റെ ഒരു കരുത്തുറ്റ പ്രവർത്തനല്ലേ അത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് ഇടക്കിടക്ക് വരും. കുടുംബബന്ധങ്ങൾക്ക് വരും. ചിലപ്പോൾ വരുമ്പോൾ നബി തങ്ങൾ അവിടെ വിശ്രമിക്കും. ഭക്ഷണം കഴിച്ചു പോകും. ഒരു ദിവസം വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ പറഞ്ഞു, ഭക്ഷണം ഉണ്ട് നബിയെ. അപ്പൊ ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിച്ച് പോകാൻ നേരത്ത് പറഞ്ഞു, ഇന്നലി ഹുവൈസ, എനിക്കൊരു ചെറിയ പ്രത്യേകത ഉണ്ട്. മദീനയിൽ ഒരു പെണ്ണിനും കിട്ടാത്തൊരു പ്രത്യേകത. അതെന്താണ്? എന്റെ മകൻ അനസാണ് തങ്ങളെ ഖാദിമ്. ഞാൻ തങ്ങൾക്ക് ഖാദിമാക്കി തന്ന എന്റെ മോനെയല്ലേ. അതുകൊണ്ട് ആ മകന് വേണ്ടി തങ്ങളൊന്ന് ദ്വാരക്കണം അല്ലാഹുവിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ദ്വാരുന്നു. ആ ദുആഇന്റെ ഫലം അനസ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അനുഭവിച്ചു. എന്താ ദ്വാരുന്നത്? അല്ലാഹുമ്മ അക്സിർ മാലഹു, അല്ലാഹുവേ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്ക്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്ത് കൊടുത്തു. മക്കയിലും മദീനയിലും ഒരൊറ്റ ആൾക്കും കിട്ടാത്ത സമ്പത്താണ് അനസ് റളിയല്ലാഹു അൻഹു കിട്ടിയത്. കാരക്കയുടെ ഈത്തപ്പഴത്തിന്റെ കാലം സാധാരണ ഉഷ്ണകാലമാണ്. ശൈത്യകാലത്തും അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ കാരക്കയുണ്ട്, നിറയെ കാരക്ക.
ഒരൊറ്റ സീസണിലും കാരക്ക കുറയുന്നില്ല. സാധാരണ ഉഷ്ണകാലത്ത് കാരക്കയുണ്ടാകുമെന്ന് കരുതി ശൈത്യകാലത്തൊക്കെ പാവപ്പെട്ട ആളുകൾ ഉഷ്ണകാലത്തുണ്ടാകുന്ന കാരക്ക തരാമെന്ന് പറഞ്ഞ് പണക്കാരിൽ നിന്ന് പണം വാങ്ങി മുതൽ പിന്നെ കൊടുക്കാന്നുള്ള സലമ കച്ചവടം നടത്തലാണ് പതിവ്. അനസ് റളിയല്ലാഹു ഇതിന് ആവശ്യമില്ല. എല്ലാ സമയത്തും നിറഞ്ഞ സമ്പത്താണ് അനസ് റളിയല്ലാഹുവിന് കിട്ടിയത്. ഒരു കുറവും വന്നിട്ടില്ല. സമ്പത്ത് ഓരോ ദിവസവും ഇങ്ങനെ കൂടി കൂടി കിട്ടി. വിധങ്ങൾ ഒറ്റ ദുആ, അല്ലാഹുമ്മ അക്സിർ മാലഹു. രണ്ടാമതെന്തായിരുന്നു? അല്ലാഹുവേ അല്ലാഹുമ്മ അക്സിർ വലദഹു, സമ്പത്ത് സന്താനങ്ങളെ നീ അധികരിപ്പിച്ചു കൊടുക്കണം. മഹാന്മാര് പറഞ്ഞു സ്വന്തം മുതുകിൽ നിന്ന് തന്നെ 120 മക്കൾ ജനിച്ചിട്ടുണ്ട്. 10ഉം 15ഉം 12ഒന്നും അല്ല, 120 മക്കൾ. പേരമക്കളെ കൂട്ടിയിട്ടല്ല, സ്വന്തം മക്കളെ കൂട്ടിയിട്ടാണ്. അനസ് റളിയല്ലാഹുവിന്റെ മക്കളെ വരി എന്ന് പറയുമ്പോ എത്ര മക്കൾ വരും? സ്വന്തം മക്കൾ ആഖിറത്തിൽ 120 എണ്ണം വരും. ആ 120 മക്കളെയും നന്നാക്കുന്ന സ്വഭാവവും ശൈലിയൊക്കെ അനസ് റളിയല്ലാഹു നന്നായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൗകര്യം പോലെ ഞാനത് പറയാം. അവരങ്ങനെ പടുമള വളർത്തും പോലെ വളർത്തിയൊന്നുമല്ല, നല്ല മട്ടത്തിൽ വളർത്തിയിട്ടുണ്ട്, നല്ല ബറക്കത്തിൽ തന്നെ വളർത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ദുആ, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, ഈ അനസിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ വെച്ച് എനിക്ക് 2 എണ്ണം കിട്ടിയല്ലോ, മൂന്നാമത്തത് കിട്ടുമെന്ന പ്രതീക്ഷയും എനിക്കുണ്ട്. കാരണം ചോദ്യം ഖായിബായിട്ടില്ല. സാമ്പത്തിക വർധനവ് കിട്ടിയിട്ടുണ്ട്, സന്താന വർധനവും കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം സ്വർഗപ്രവേശമല്ലേ, അതും എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ബാപ്പമാര് ഉമ്മമാര് അവര് നല്ല അനുഗ്രഹത്തിന്റെ കേദാരങ്ങളാകണം, നല്ല നടപ്പുകാരാകണം, നല്ല സ്വഭാവക്കാരാകണം. അല്ലാഹു നമ്മെ അത്തരത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ആ വീട് മറ്റൊരു പോയിന്റ് പറയുന്നത്, വീട്ടിൽ ബറക്കത്തിന്റെ കേന്ദ്രമാകാൻ അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത്. അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത്. എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം. മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം. മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം. കണ്ടില്ലേ നിങ്ങൾ, ഏറ്റവും വലിയ ഭവനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനമല്ലേ? ആ വീട്ടിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, സലാം പറഞ്ഞു, പെട്ടെന്ന് അങ്ങ് മടങ്ങിപ്പോയി, ഉള്ളിലേക്ക് കയറിയിരുന്നില്ല. പിന്നെ വന്നപ്പോൾ ചോദിച്ചു, ലിമ സല്ലംത സുമ്മ റജഅത, അല്ല ജിബ്രീലേ, എന്തേ നിങ്ങൾ സലാം പറഞ്ഞു പിന്നങ്ങ് മടങ്ങിപ്പോയത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇന്നി ലാ അദ്ഖുലു ബൈതൻ ഫീഹി സൂറ, ഞാനൊരു വീട്ടിൽ പ്രവേശിക്കാറില്ല, ആ വീട്ടിൽ സൂറത്തുൻ, ജീവനുള്ള ജീവിയുടെ ഫോട്ടോയുണ്ട്, രൂപകൽപ്പന ചെയ്തു വെച്ചതുണ്ട്. അത് തുണിയിലാണെങ്കിലും ശരി, ഫ്ലക്സിലാണെങ്കിലും ശരി, വേറെ എന്തിലാണെങ്കിലും ശരി, സൂക്ഷിക്കേണ്ടതാണ്. വലാ കൽബുൻ, നായയുള്ള വീട്ടിലേക്കും, പുറത്ത് കാവലിന് വെച്ച നായയുള്ള വീടല്ല, വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട്, അങ്ങനത്തെ വീടാണ്. കാവലിന് പുറത്ത് നായ വളർത്തുന്നതിന് തകരാറും ഇല്ല, അത് കാവലിന് വേണ്ടി മറ്റൊക്കെ വളർത്താം. വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട്, ആ വീട്ടിലേക്കും ഞാൻ പ്രവേശിക്കൂല. വലാ ബൗൽ, മൂത്രണ്ട്, നജസുണ്ട്. കുട്ടികൾ മൂത്രവെച്ചാൽ നല്ല തണുപ്പല്ല, അവിടെ കിടന്നോട്ടെ, സുബൈക്ക് നന്നാക്കാം, പറ്റൂല. ഇപ്പൊ ഈ നട്ടപ്പാതിരാക്കൊക്കെ മൂത്രവെച്ച് ഇങ്ങനെ നന്നാക്കി തിരക്ക്, അതല്ലേ പറഞ്ഞത്? അതാണ് ശരിക്കുള്ള മാതൃക എന്ന് പറഞ്ഞത്. ഒരു കുട്ടി രാത്രി 10 പ്രാവശ്യം മൂത്രവെച്ചാൽ 10 പ്രാവശ്യത്തിന് കഴുകണം, 10 പ്രാവശ്യം ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മാറ്റണം. അത് വെച്ചിരിക്കുന്ന കൊട്ട വീട്ടിന്റെ ഡൈനിങ് ഹാളിലല്ല വെക്കേണ്ടത്, കോണിക്കൂട്ടിലും അല്ല വെക്കേണ്ടത്, അത് അപ്പുറത്തുള്ള ടോയ്ലറ്റിലാണ് വെക്കേണ്ടത്. അത് നേരെ കട്ടിലിന്റെ ചോട്ടിൽ തന്നെ വെക്കും. എന്നിട്ട് ഈ മൂത്രമൊഴിച്ച ബെഡിന്റെ നടുവിൽ നമ്മൾ അപ്പുറത്ത് വേറൊരാൾ, ഇപ്പുറത്ത് വേറൊരാളും കിടക്കുകയാണ്. അതിനൊക്കെ മൂത്രമുള്ള വീട്ടിലേക്ക് കടക്കൂല. അത് സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഓതി തരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്. 3 വിഷയങ്ങളാണ് ഇതിൽ എണ്ണി പറഞ്ഞ. വേറെ ചില ഹദീസുകളൊക്കെ വേറെയും വിഷയങ്ങളുണ്ട്. 3 വിഷയങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് മൂന്നാമത്തെ കണ്ടില്ലേ നിങ്ങൾ? വലാ ബൗലുൻ, നജസിൽ നിന്ന് വീട് മുക്തമാകണം, മലക്കുകൾ ഇറങ്ങി വരണമെങ്കിൽ. ഇത് വീട്ടിന്റെ ഉള്ളിലും വീട്ടിന്റെ എല്ലാ ഭാഗത്തും നേസ് മാറുന്നില്ല.
അതെന്താ മാറാത്തത്? ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ എങ്ങനെ വൃത്തിയാക്കാം? നന്നായി പഠിക്കണത്. നജസിൽ നിന്ന് വൃത്തിയായിട്ടില്ലെങ്കിൽ ഒരു നിസ്കാരം ശരിയാകൂല. ആണിൻ്റെയും ശരിയാവില്ല, പെണ്ണിൻ്റെയും. പിന്നല്ലേ മലക്കുകൾ വരല്? അവനാന്റെ നിസ്കാരം തന്നെ ശരിയാവില്ല. മലക്കുകൾ വരെ കിടക്കട്ടെ, ഈ ഫർലെങ്കിലൊന്നും ശരിയാണ്ടേ. ഒരു കുട്ടി മൂത്രമൊഴിച്ചു, എങ്ങനെ വൃത്തിയാക്കണം? സുബ്ഹാനല്ലാഹ്, മുമ്പ് ഞാനൊരു വീട്ടിലേക്ക് പോയി. എന്നെ അസറിന്റെ ചായക്ക് വിളിച്ചതാണ്. പോയത് വലിയ അനുഗ്രഹമായി പിന്നീട് മനസ്സിലായി. ഞാൻ ചെന്നപ്പോ ആ വീട്ടിലെ ഉമ്മ ആ വീട്ടിന്റെ വരാന്തയിൽ, ഓല വരാന്തയാണല്ലോ, ഇരിക്കുന്ന തരാറൊന്നുമില്ല. ഓല വരാന്തി വിനോദം നമ്മളിരിക്കൂലല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോ പെട്ടെന്ന് ഈ കുട്ടിനെ എടുത്ത് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി. പോകുന്ന പോക്കിൽ കുട്ടി മൂത്രമൊഴിച്ചു. കുട്ടി മൂത്രമൊഴിച്ചപ്പോ ഈ വരാന്ത മുതൽ ഡൈനിങ് ഹാൾ മുതൽ അടുക്കള വരെ റോക്കറ്റ് പോയതുപോലെ മൂത്രം ഇങ്ങനെ വരി വരിയായിട്ട്. ഞാൻ പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഒരു കഷ്ണം തുണിയും കൊണ്ടുവന്നിട്ട് ഈ സഹോദരിയുണ്ട് അപ്പച്ചട്ടിയിൽ എണ്ണ തേക്കുമ്പോൾ അങ്ങനെ തേക്കുന്നത്. അങ്ങനെ തേച്ചാൽ എന്തായി? നേരത്തെ നജസാകാത്ത ഇടത്തു ഇപ്പോ നജസായി. കാറ്റ് തട്ടി പെട്ടെന്ന് ഉണങ്ങല്ലേ? മാർബിളല്ലേ, മുസൈക്കല്ലേ, ടൈലല്ലേ, പിന്നൊന്നും കാണാനല്ലോ. പിന്നെന്താ കാണാനല്ലേ? അവിടെ ഹുക്കുമിൽ നജസുണ്ട്. ഹുക്കുമിയായ നജസ് എന്ന് പറഞ്ഞ നജസ് അവിടെ നജസ് നീങ്ങിയിട്ടില്ല. നജസ് നീങ്ങണമെങ്കിൽ എന്തു ചെയ്യണം? മൂത്രത്തെക്കാൾ അധികം വെള്ളം ഒഴിച്ച് ഒന്നുകിൽ അത് വടിച്ചു കളയോ തുടച്ചു കളയുകയോ ചെയ്യണം. ആദ്യം മൂത്രം തുടച്ച അതേ കഷ്ടം വൃത്തിയാകാതെ വീണ്ടും ഈ വെള്ളത്തിലാക്കി ഇങ്ങനെ കലക്കി തുടച്ചാൽ എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്യലായി. അങ്ങനെ ആകരുത്. നല്ലോണം ശ്രദ്ധിക്കണത്. നമ്മൾ വീട്ടിൽ പെങ്ങന്മാര് വന്ന കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പണി അതാണ്. കുട്ടികളെ ചൊറുക്ക് നോക്കുന്നതിനേക്കാളും നല്ലത് ഒരു മൂത്രം വെച്ചത് എങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. അത് നിസ്കരിക്കേണ്ട വീടാ, ഖുർആനോദന്റെ വീടാ, മലക്കുകൾ ഇറങ്ങേണ്ട വീടാണ്. മൂത്രമുള്ള വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്തേ മുത്തുനബി തങ്ങളെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞു മടങ്ങിപ്പോകാൻ കാരണം? വദാലിക അന്ന ജർവൻ അൽ ഹുസൈനി അവിൽ ഹസനി റളിയല്ലാഹു അൻഹുമാ കാന ഫിൽ ബൈതി. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കളിപ്പിക്കുന്ന ചെറിയൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവരതിനെങ്ങനെ ഓട്ടിക്കളിപ്പിക്കും, മടിയിരുത്തി കളിപ്പിക്കുന്നല്ല. ആ ചെറിയ പട്ടിക്കുട്ടി വീട്ടിന്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് പെട്ടെന്ന് രോഗം ബാധിച്ചങ്ങ് മരണപ്പെട്ടിട്ടുണ്ട്. അത് ജിബ്രീൽ അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടിട്ടാ മടങ്ങിയത്. പിന്നീട് നബി തങ്ങൾക്കത് തിരിഞ്ഞു. എങ്ങനെ? അവിടുത്തെ വേലക്കാരിയായ ഒരു പെണ്ണ് വീട് അടിച്ച് വൃത്തിയാക്കുമ്പോ ഈ മണമൊന്നും വരാത്ത ചെറിയ പട്ടിക്കുട്ടിയുടെ ശരീരം കണ്ടു. ഇതേ വീട്ടിന്റെ ഉള്ളിലേക്ക് ആരാ കയറ്റിയത് എന്ന് ചോദിച്ചു. അതേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ അറിയാതെ കയറിപ്പോയതാണ് എന്നും പറഞ്ഞു. കണ്ടില്ലേ നിങ്ങൾ, വീടിന് നല്ല പരിശുദ്ധി വേണം, നല്ല സംശുദ്ധി വേണം. സഹോദരന്മാരെ, നജസിൽ നിന്ന് വീട് മുക്തമാകണം. പറഞ്ഞ വിഷയങ്ങൾ ആരും മറക്കരുത്. നജസിൽ നിന്ന് വീട് മുക്തമാകണം, മൂത്രത്തിൽ നിന്ന് മുക്തമാകണം. ഉമ്മയും ഉപ്പയും ഒരുമിച്ച് കിടക്കുന്ന ആ വീട്ടിന്റെ ഉള്ളില് അതേ വൃത്തിയില്ലെങ്കിൽ പിന്നെ ശൈത്താനിയത്തിന്റെ ഷർറാണ് അവിടെ കൂടുതലുള്ളത്. പിന്നെ കുട്ടിക്ക് അപസ്മാര രോഗം, മാനസിക രോഗം പിടിപ്പെടുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നജസിൽ നിന്ന് വൃത്തിയാക്കി കിടത്തണം. എപ്പോഴും തൊട്ടിലിൽ മൂത്രമൊഴിച്ചാൽ ആ തൊട്ടിൽ അങ്ങനെ കിടത്തി ഉറക്കരുത്. അതേ തൊട്ടിൽ മാറ്റിക്കൊടുക്കണം. ഒരു തൊട്ടിലായി മാത്രം നിന്നാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റേണ്ടി വരും. വേറെയും ഒരു തൊട്ടിൽ എക്സ്ട്രാ ആയി നിൽക്കണം. പഴയ തുണിയൊക്കെ തൊട്ടിലാക്കാൻ പറ്റും, അതിന് പുതിയ തന്നെ വാങ്ങിക്കൊള്ളുന്നില്ല. അങ്ങനെ താൽക്കാലിക തൊട്ടിലും മറ്റും കെട്ടിയിട്ട് ശുദ്ധി അവിടെ ഉണ്ടാകണം, നജസിൽ നിന്ന് മുക്തമാകണം. രൂപങ്ങളും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാപ്പയുടെ ഫോട്ടോയുണ്ട്, ഉമ്മയുടെ ഫോട്ടോയുണ്ട്, പെട്ടിക്കകത്ത് വെച്ചോ. പ്രദർശനത്തിന് വേണ്ടി ആരും തൂക്കിയിടേണ്ടതില്ല. കൂട്ടുകാരന്റെ കൂടെ ഹറമിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ഹജറുൽ അസ്വദ് മുത്തുന്ന ഫോട്ടോ. ഫോട്ടോ എടുക്കാനല്ലേ അവിടേക്കൊക്കെ പോകുന്നത് പലരും. അവിടെ നിന്നെടുത്ത ഫോട്ടോയാണ്. കൊണ്ടുവന്ന് ഇവിടെ തൂക്കിയിടേണ്ട ആവശ്യമില്ല. 16ാമത്തെ വയസ്സിൽ അതേ SSLC പാസ്സായപ്പോ കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ചെടുത്ത ഫോട്ടോ ആണ്. പിന്നീടും നിനക്ക് കാണാം. പെട്ടിന്റെ ഉള്ളിലേക്ക് വെച്ചോ, പ്രദർശിപ്പിക്കേണ്ടതില്ല. അതും ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട മാർഗമാണ്. മലക്കുകൾ വരണമെങ്കിൽ നല്ല പരിശുദ്ധി വേണം. മലക്കുകൾ വരാൻ പറ്റുന്ന ഭവനങ്ങളാകണം നമ്മുടെ വീട്. അതാ ബറക്കത്തിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞത്.
അതിന് നല്ല പരിശുദ്ധി വീട്ടിന് വേണം. കൂട്ടത്തിൽ പറയട്ടെ, അനാവശ്യമായ രംഗങ്ങൾ കേൾക്കുന്ന കാണുന്ന ഒറ്റ വീട്ടിലേക്കും മലക്കൾ വരൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെറിയ കറാഹത്ത് പോലും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ മലക്കുകളെ സുഹബത്ത് കുറഞ്ഞു പോകും. സഹീഹുൽ ബുഖാരിയിലൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വലിയ മഹാനാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, വലിയ സ്വഹാബിയാണ്. ആ സ്വഹാബിക്ക് ശരീരത്തിൽ മുഴുവനും രോഗം വന്നു. ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. വീട്ടിന്റെ പുറത്ത് ഒരു പാത്തി കെട്ടി, ആ പാത്തിയിലാണ് മഹാനവറുകൾ കിടക്കുന്നത്. പാത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പൊ അതൊന്നും തിരിയില്ല. വീട്ടിൽ പശുക്കളില്ലാത്തതുകൊണ്ട് ആർക്കും പാത്തിയും തിരിയാതായി. പശുക്കൾക്കൊക്കെ പണ്ട് ആല ഉണ്ടാക്കൽ പാത്തി വെച്ചിട്ടാണ്. മരം മുറിച്ചിട്ട് നടുവിൽ മുറിച്ച് മണ്ണൊക്കെ അതിനെ ഒപ്പിച്ചിട്ടിട്ട് ഇങ്ങോട്ട് റെഡിയാക്കി വെക്കും. അതിനാ പാത്തി എന്ന് പറയാം. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകും. മൂത്രക്കയിലൂടെ താഴോട്ടും മറ്റും പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാകും. ഈ പാത്തി ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ട് അതിന്റെ മുകളിലാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. അപ്പൊ ബാക്ക് ഭാഗത്തും മുൻഭാഗത്തൊക്കെ പൊട്ടിയ ഭാഗങ്ങളിലൂടെ രക്തവും ചെലവും ഒക്കെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ കാണുന്ന ആളുകൾക്ക് വല്ലാത്ത വിഷമം. ഒരു കൂട്ടുകാരൻ ഒരു ദിവസം വന്ന് കാണാൻ വേണ്ടി വന്നു. ഈ രോഗാവസ്ഥ കണ്ടപ്പോ പറഞ്ഞു, പടച്ചോനെ, നമ്മൾ പല ആൾക്കാരും അങ്ങനെ പറയല്ലോ, ഈ രോഗം നീ ആർക്കും കൊടുക്കല്ലേ, ഈ രോഗത്തിൽ നിന്ന് പെട്ടെന്ന് ഇയാളെ രക്ഷപ്പെടുത്തണം. അങ്ങനെ ദ്വാരുന്നപ്പോ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ദ്വാരക്കണ്ടാന്ന്. ഇങ്ങനെ ശരീരത്തിൽ പൊട്ടലും ചീറ്റലായി കഴിയുന്ന മഹാൻ പറയുന്നു, അങ്ങനെ ദ്വാരക്കണ്ട. എന്തേ? നിങ്ങൾ അനുഭവിക്കാത്ത സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ ബാഹ്യഭാഗത്തുള്ള പൊട്ടലും ചീറ്റലും അല്ലേ കാണുന്നത്? ഓരോ ദിവസവും 1000 മലക്കുകൾ വന്ന് എന്നെ മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങളത് അനുഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ രോഗത്തിൽ എന്താണോ ഖൈറ്, ആ ഖൈറ് തരാൻ അള്ളാഹിനോട് ദ്വാരന്നാ മതി. രോഗം നീ കൊടുക്കല്ലേ, അള്ളാഹ് കൊടുത്തത് മാറ്റിക്കൊടുക്കുന്ന് പെട്ടെന്ന് നിങ്ങൾ പറയണ്ട. ഖൈറ് എന്താണോ ഖൈറ് പോലെ അള്ളാഹ് ചെയ്തോട്ടെ. നിലനിർത്തലാണോ ഖൈറ്, എനിക്ക് പരിഭവമില്ല. മാറ്റിത്തരലാണോ ഖൈറ്, ഞാനതും സ്വീകരിക്കും. പെട്ടെന്നങ്ങ് മാറ്റിക്കൊടുക്കുമെന്ന് മാത്രം നിങ്ങൾ ദ്വാരക്കല്ല. ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ പറഞ്ഞു, അത് മഹാനവറുകൾ അനുഭവിക്കുന്ന ഒരു സുഖം കൊണ്ടാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞു, ഈ രോഗം മാറും, ഒന്ന് ചൂട് വെച്ച് കൊടുത്താൽ മതി. നമ്മളൊക്കെ സാധാരണ ചെയ്യാറില്ലേ കരിക്കുന്ന പരിപാടി? ചില രോഗങ്ങൾക്ക് കരിക്കുന്ന പ്രക്രിയയുണ്ട്. അതുപോലെ ഒന്ന് കരിച്ചു കൊടുത്താൽ മതി. മഹാനവറുകൾ ഒരു വട്ടം അങ്ങനെ കരിച്ചപ്പോ പിന്നെ മലക്കുകൾ വരാതെയായി. അപ്പൊ മഹാനവറുകൾ തീരുമാനിച്ചു, ഇനി കരിക്കലുമില്ല, ഒന്നുമില്ല. അമ്മലക്കുകൾ വരുമ്പോഴുള്ള സുഖം ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ശരീരത്തിൽ അങ്ങനത്തെ ഒരവസ്ഥ സ്വീകരിച്ചപ്പോൾ മലക്കുകൾ വരാതായെങ്കിൽ സഹോദരങ്ങളെ നിസ്സാരമാക്കുന്ന രൂപത്തിലല്ല, ബഹുമാനപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള ചെയ്തികളും മറ്റൊന്നും പാടില്ല. നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ആ വീട്ടിൽ ബറക്കത്തിന്റെ കേന്ദ്രമാകാൻ എപ്പോഴും സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അനാവശ്യങ്ങൾ കുറയാൻ, കുട്ടികൾ നന്നാവാൻ പഴയകാലത്തെ വീട്ടിലൊക്കെയുണ്ട്. ഞാനത് പറയുമ്പോൾ നിങ്ങളൊക്കെ പറയും, എന്റെ വീട്ടിലുണ്ടായിരുന്നു. തറവാട്ട് വീട്ടിൽ താമസിച്ച കുറെ ആളുകൾ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. വല്യപ്പാരും വല്യമാരും കൂടെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഒരു ക്യാബിനറ്റ് യോഗം നടക്കും പോലെയാണ് അവിടെ. എന്താ? വല്യപ്പാന്റെ കയ്യിൽ ഒരു തസ്ബീഹ് മാല ഉണ്ടാവും. മുപ്പർ കുറെ ഔറാദ് ചെല്ലാണ്ടായിട്ടാണ്. വല്യമ്മാന്റെ കയ്യിൽ ഒരു ഏടുണ്ടാവും. അതിൽ കുറെ അസ്മാഉൽ ഹുസ്ന, അതുപോലെ കുറെ സ്വലാത്ത്, അതൊക്കെ ചെല്ലാണ്ടാവും പതിവ് പോലെ. പണിക്ക് പോകുന്ന മക്കൾ, അന്നത്തെ വീട്ടിലൊക്കെ 3ഉം 4ഉം കുട്ടികളായ മക്കൾ വേർപിരിഞ്ഞു പോയിട്ടുണ്ടാകൂല പഴയ കാലത്തെ വീട്ടിൽ. പക്ഷെ ഒരാളും തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാവില്ല കേട്ടോ, ഒരു ഇടങ്ങേറുണ്ടാകൂല. അതിന് നല്ല ഒരു ഭംഗി ആ വീട്ടിന്റെ ഉള്ളിലുണ്ട്. അന്നത്തെ വീടെങ്ങനെ, ഈ സ്റ്റേജ് പോലത്തെ വലുപ്പമുള്ള, അല്ലെങ്കിൽ ഇതിന്റെ പകുതി വലുപ്പമുള്ള റൂം, അതിലൊരു കട്ടിലുണ്ട്. ആ കട്ടില് മൂത്ത മകനും ആ മകന്റെ ഭാര്യയുണ്ട്. താഴെ കുറെ കോസടി വിരിക്കും. ഒരു ഭാഗത്ത് ഒരു മോന്, മറ്റേ ഭാഗത്ത് മറ്റൊരു മോന്, ഈ ഭാഗത്തൊരു മോൻ, ഒക്കെ ആ റൂമിന്റെ ഉള്ളിലാ. അതേപോലെ അപ്പുറത്തെ റൂം ഇപ്പുറത്തെ റൂം, 4 മക്കളും അവിടെ തന്നെ. അവരൊക്കെ പണിക്ക് പോകുന്നുണ്ട്. വീട് വെക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, സൗകര്യപ്പെടുമ്പോ വെക്കും. ആരും പോകാത്തവരല്ല. പക്ഷെ ഈ ഐക്യത്തിൽ കൂടുന്ന ആ വീട്ടിൽ ഒരിക്കൽ പോലും ഒരു കറിയിലെ ഉപ്പിന്റെ കുറവിന്റെ പേരിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തേ കാരണം? നെടുന്തൂണുകളായ വല്യാപ്പയും വല്യമ്മയും അവര് നിസ്കാരത്തിന് നേരത്തെ വിളിച്ച്
സുബിയൊക്കെ എല്ലാവരും നിസ്കരിച്ച് കട്ടൻ ചായൊക്കെ കുടിച്ച് വട്ടത്തിലിരുന്ന് ഖുർആൻ ഓതാതെ ദിക്ർ ചൊല്ലാതെ പോകുന്ന ഒരൊറ്റ മെമ്പറും ആ വീട്ടിലില്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ പഴയ കാലത്തെ സൗന്ദര്യം. ഇന്ന് അങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്ന എത്ര ഉണ്ട്? ഒരു വീട്ടിന്റെ ഉള്ളിലെ ബാപ്പയും ഉമ്മയും സൂക്ഷ്മശാലികളായതുകൊണ്ട് മക്കളൊക്കെ അങ്ങനെ. അത് ഇസ്ലാമിക ലോകത്തെ പാരമ്പര്യമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു ഇശാഇന്റെ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ പത്തിരി ഇങ്ങനെ ചുട്ടുവെച്ചു കുനുകുനേനെ. മഹാനവർകൾ ചോദിച്ചു, പത്തിരി എവിടുന്ന? സാധാരണ ചോദിക്കും ചോദ്യം. പത്തിരി ഉപ്പ കൊണ്ടുവന്ന പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയതാ. മോള് പറഞ്ഞു. പത്തിരി കുഴക്കാൻ എവിടുന്ന വെള്ളം എടുത്തത്? ചോദ്യം നോക്കണം, അവരുടെ സൂക്ഷ്മതയുടെ ആഴ. അത് ഉപ്പ നമ്മളാ അപ്പുറത്തുള്ള ആ പൊതുകിണറ്റിൽ നിന്നാ വെള്ളം എടുത്തത്. പത്തിരി എനിക്ക് വേണ്ട. കാരണം നമ്മൾ പൊതുകിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്ന മെമ്പർമാരല്ല. നമുക്ക് സ്പെഷ്യൽ കിണർ ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ അവിടുന്ന് വെള്ളം എടുത്തത്? എത്ര കിട്ടിയില്ലെങ്കിലും കിട്ടാത്ത പോലെ ജീവിച്ചാ പോരെ. നമ്മളെ ചിന്ത അങ്ങനല്ല. കിട്ടുന്നതും കിട്ടാതെ ആവോളം അങ്ങോട്ട് പോരട്ടെ. പറ്റിയതാണ് ശരി, പറ്റിയതല്ലേ ശരി. നമ്മളതിന്റെ മെമ്പർമാരാണ് ശരി, മെമ്പർമാരല്ലേ ശരി. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഹക്കാണ് ഞാൻ പറയട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കി. വരുമാനം എഴുതുന്നിടത്ത് എത്ര കുറച്ചാ നിങ്ങൾ ഇതിൽ ആരാ മറന്ന ഇതിന്? അള്ള തന്ന വരുമാനം കണക്കാക്കി എഴുതാൻ ധൈര്യമുള്ളവർ ആരവിടെ? ഹക്കാകും അത്? അല്ല, ഹക്കാകും നിങ്ങൾ പറയാം, ഉസ്താമാര് പറയുകയാണെങ്കിൽ നമ്മൾ ഓക്കെ. 30,000 വരുമാനം കിട്ടുന്ന ഒരാൾ 300 നേടിയ ഹക്കാവോ? എങ്ങനെ ഹക്കാല്? എങ്ങനെ സഹോദരന്മാരത് ശരിയാകല്? വരുമാനം രേഖപ്പെടുത്തുന്നിടത്ത് സത്യം വേണ്ടേ? ഒരു ബാപ്പക്ക് ആ ബാപ്പന്റെ കീഴിലും ആ ബാപ്പന്റെ വരുമാനം മൊത്തം കൂട്ടി നോക്കുമ്പോ 3 ലക്ഷം ഉണ്ട് കരുതിക്കോളൂ. എത്ര എഴുതുന്നത്? 30,000. ബാക്കി 9% എവിടെ? നമ്മൾ ആലോചിക്കണ്ടില്ലേ? മഹാന്മാരെ ഈ ചിന്ത ചിന്തിക്കുമ്പോ നമ്മൾ ആലോചിക്കണ്ടില്ലേ? അവർ ചെറിയൊരാലത്തേക്കും നമുക്കൊക്കെ എല്ലാവർക്കും താല്പര്യം താരങ്ങള്, എല്ലാവർക്കും താല്പര്യം ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന ആൾക്കാരിൽ പെടുകയും വേണം. എന്നാൽ ഉള്ള ദർജ കുറയും ചെയ്യരുത്. അള്ളാഹ് തന്ന നിയമത്തിൽ ഇസ്സത്തോടെ ജീവിക്കണം. അതിനാ നമ്മള് അള്ളാഹു തആല തന്ന നിയമത്തിൽ ഇസ്സത്തോടെ ജീവിക്കണം. എന്നോട് ഒരാൾ പറഞ്ഞു, അവിടെ സ്ഥലം കാർഡ് കൊടുക്കണ്ടേ. ഞാൻ ചോദിച്ചു, എന്ത് കാർഡാണ്? ഇന്നൊരു കാർഡ് വന്നില്ല, ആരോഗ്യ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അല്ലേ? നിങ്ങൾ വാങ്ങിക്കോളി, ഉമ്മാക്കൊക്കെ മരുന്നിനൊക്കെ ഉപകാരപ്പെടും. അപ്പൊ ഞാൻ ചോദിച്ചു അയാളോട്, എന്താ അത് വാങ്ങിയ നേട്ടം? ആ കാർഡ് ഉണ്ടായാൽ ഹോസ്പിറ്റലിൽ പോയാൽ എത്ര പൈസ? പകുതിയോ കാൽഭാഗം, എന്തൊരു കണക്ക് പറഞ്ഞു, നമുക്കറിയില്ല, അള്ളാഹുവാൻ കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെയും, അത് ആർക്കുള്ളതാണ്? അല്ല, ഗവൺമെന്റ് ഒരു നിയമം വെക്കുമല്ലോ, ആർക്ക്? അത് ഇത്ര ശതമാനം ലെവലിൽ ജീവിക്കുന്നവർക്കാണ്. അവർക്ക് ഇത്ര ഭാഗത്തിലേ വീട് പറ്റുള്ളൂ, ഇങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, അതിന് വരി നിൽക്കുന്ന ആൾക്കാരിൽ 92% ആൾക്കാരും ആ നിയമത്തിന് പുറത്താണ്. ഞാൻ പറഞ്ഞു, അല്ലാഹു തആല തന്ന ഇസ്സത്ത് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം ആ ഇസ്സത്തോടെ ജീവിക്കും. കാർഡും വേണ്ട, ഒന്നും വേണ്ട. കാരണം നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നി. വെള്ളിയാഴ്ച ഒരു പിരിവെടുത്ത് കൊടുത്താൽ തിരക്കടില്ലാന്ന് തോന്നിപ്പോയി. അവരത്ര ഫക്കീറന്മാരൊന്നുമല്ല. 3ാം തലമുറക്ക് ജീവിക്കാനുള്ള സ്വത്ത് അള്ളവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ പാവപ്പെട്ടവരുടെ ഓഹരി എന്തിനു പിടുങ്ങണം? നമ്മള് ഒരു നിലക്കും യോജിച്ചതല്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മകളെ ചോദ്യം കേട്ടിട്ട് ഉത്തരം കേട്ടിട്ട് പറയുന്നു, എനിക്കിന്ന് പത്തിരി വേണ്ട. പൊതുവായി ഉണ്ടാക്കിയ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ടാണ് പത്തിരിപ്പൊടി കുഴച്ച് പത്തിരി ചുട്ടത്. മാവ് കൊണ്ടുവന്നത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. ഹലാലായ പണം കൊടുത്തിട്ട് വാങ്ങിയതാണ്. വീട്ടിലെ ഉപകരണങ്ങളിലൂടെ ഉണ്ടാക്കിയതാണ്. തീ കത്തിച്ചതും ആ വീട്ടിലെ വിറക് കൊണ്ടാണ്. വെള്ളം എടുത്തത് പൊതുകിണറ്റിൽ നിന്ന് ആയതുകൊണ്ട് എനിക്കിന്ന് ഭക്ഷണം വേണ്ട. ഉമ്മ പറയുന്നു എനിക്കും വേണ്ട. മക്കള് പറയുന്നു ഞങ്ങൾക്കും വേണ്ട. നിങ്ങൾ നോക്ക് സൂക്ഷ്മത. ആ ബാപ്പാന്റെ ഉമ്മാന്റെ അതേ ലെവലില് ആർക്കും വേണ്ട. അന്ന് രാത്രി എല്ലാവരും വെള്ളവും കാരക്കയും കുടിച്ച് രാത്രി അങ്ങ് മുതലാക്കി. പിറ്റേന്ന് ളുഹർ നിസ്കാരം കഴിഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ പത്തിരി ഒന്നും ചട്ടി കാണുന്നില്ല. ചോദിച്ചു, പത്തിരി എവിടെ? അപ്പൊ മകള് പറഞ്ഞു, ഇവിടെ കുറച്ച് സാധുക്കളായ യാചകന്മാർ വന്നിരുന്നു,
ഒക്കെ കൂടി അവർക്കും കൊടുത്തു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മഅദല്ലാഹ്, നമ്മൾ ഭക്ഷിക്കാൻ പറ്റാത്തത് ആരാക്ക് ഭക്ഷണമായി കൊടുത്തോ? നമ്മളത് ഭക്ഷിക്കാൻ പറ്റൂല എന്ന് കരുതിയിട്ടല്ലേ മാറ്റി നിർത്തിയത്, ഇത് വേറൊരാൾക്ക് വിട്ടുകൊടുത്തോ? അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അത് പറ്റൂല കേട്ടോ. ഏത് വീട്ടിൽ കോഴി ചത്തുപോയി, ഞമ്മ കൂട്ടാൻ പറ്റൂല, മറ്റാരെ വെച്ച് കൊടുത്താൽ മതി. പറ്റൂല, പറ്റൂലത്, ആ ഏർപ്പാട് പറ്റൂല, ശരീഅത്തിനെതിരാ. നമ്മോടുള്ള ഹുക്മ് അവരോടും കൽപ്പനയുണ്ട്. അറുത്തിട്ടല്ലേ നമ്മൾ ഭക്ഷിക്കേണ്ടത്, ആ അറുത്ത് തന്നെയാണ് നമ്മൾ അവർക്കും തീറ്റിക്കേണ്ടത്. അപ്പൊ നമ്മൾ അറക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴേക്ക് സംഗതി പണിയായിപ്പോയി. അപ്പൊ അതിന് പിന്നെ ഹയാത്ത് മുസ്തഖിറ ഒന്നുമില്ല. അപ്പൊ പിന്നെ അത് അറുത്തിട്ടും കാര്യമില്ല, ഒന്നും കാര്യമില്ല, ഉപയോഗിക്കാനും പറ്റൂല. അതങ്ങ് പടഞ്ഞു പടഞ്ഞു തീർന്നുപോയി കൊടുക്കുമ്പോഴേക്ക്. അപ്പൊ ഒന്നഞ്ഞ അതിനെ കുഴിച്ചിടണ്ട, മറ്റേ കൊടുത്താൽ മതി. ആർക്ക് കൊടുക്കണേ? ആർക്കത് കൊടുക്കാൻ പറ്റും? ഒരൊറ്റ കുട്ടി കൊടുക്കാൻ പറ്റൂല, കുഴിച്ചിടണം അവിടെ. അങ്ങനെ ഉണ്ടോന്ന് മുമ്പ് ചെറുപ്പക്കാരെ കൂടിയിട്ട് പിന്നെ എന്തോ ഒരു കടിക്കണ ജീവിയാന്നിട്ട് അടിച്ച് ശരിയാക്കി നോക്കുമ്പോ പന്ന്യ. അപ്പൊ അവരൊരു കുഴിച്ചിട്ട് മറ്റാക്ക് വിളിച്ചു കൊടുത്താൽ മതി, ഞമ്മക്ക് എന്തേലും വെള്ളത്തിനുള്ള പൈസ അയാൾ തന്നോടും. പറ്റൂല സഹോദരങ്ങളെ, ആർക്കും കൊടുക്കാൻ പറ്റൂല. നമ്മളോടുള്ള വിശുദ്ധമായ കൽപ്പന കൊണ്ട് അവരോട് കൽപ്പനയുണ്ട്. അത് നമ്മൾ കൊടുക്കുമ്പോൾ പാലിക്കേണ്ടതാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പത്തിരിയൊക്കെ യാചകന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കല്ല, പുറത്തിറങ്ങി പോയി അവരെ അന്വേഷിച്ചു പോവുകയാണ്. സൂക്ഷ്മതയുടെ പാഠം പഠിക്കണം നമ്മൾ. ബാപ്പ ഉമ്മമാരുടെ ആത്മീയമായ പുരോഗതി കൊണ്ട് ആ വീട്ടിൽ വളരുന്ന ജനിക്കുന്ന പേരമക്കൾക്കടക്കം എല്ലാവർക്കും പരിശുദ്ധിയാണ്. പഴയകാലത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അത് നിലനിൽക്കുന്ന ഒറ്റപ്പെട്ട ഭവനങ്ങളൊക്കെയുണ്ട്. അള്ളാഹു നമ്മുടെ വീടുകൾ അത്തരത്തിൽ കേന്ദ്രങ്ങളാക്കി മാറ്റിത്തരട്ടെ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുന്ന ഉപ്പ പള്ളിയിൽ ഖുർആൻ ഓതാൻ നിൽക്കാതെ വീട്ടിലേക്ക് പോകാണ്. മക്കളെ കൂടെ പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്. എല്ലാവരും ഒരു മേശക്ക് ചുറ്റുമിരുന്ന് ഖുർആൻ ഓതുകയാണ്. 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് ആ വീട്ടിലെ ബറക്കത്ത് ചെറുതല്ല. എത്ര കണ്ട് ഓതുന്നോ അത്ര കണ്ട് ബറക്കത്തുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തെരഞ്ഞു പോവുകയാണ്. ഒരു ഭാഗത്ത് യാചകന്മാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, അവരാണെന്ന് തോന്നി. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്റെ വീട്ടിൽ പോയിരുന്നോ? അവര് പറഞ്ഞു, അതെ ഉസ്താദെ, നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. നിങ്ങൾക്ക് അവിടുന്ന് വല്ലതും കിട്ടിയോ? പത്തിരി കിട്ടിയിട്ടുണ്ട്. മുഴുവനും കിട്ടിയോ? മുഴുവനും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്തു? അപ്പൊ അവരെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, തലവന ഒരാൾ പറഞ്ഞു, ഇത്രയധികം പത്തിരി കിട്ടിയപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ നേരത്തെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അന്നൊക്കെ എത്ര കിട്ടിയത്? ഭക്ഷണം കഴിച്ച് 2-3 പത്തിരി ബാക്കിയുണ്ടാവും, അത്രല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇത്രത്തോളം പത്തിരി ഈ വീട്ടിൽ നിന്ന് നമുക്ക് തന്നപ്പോ അവർക്ക് തിന്നാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നതായിരിക്കും മനസ്സിലാക്കി ഞങ്ങളാരും തിന്നീല. അൽഹംദുലില്ലാഹ്. മഹാനവറുകൾ ഉറക്കെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തി. ഞങ്ങൾ ഭക്ഷിക്കാതെ വെച്ച സൂക്ഷ്മത നിങ്ങൾ നോക്കി, യാചകന്മാരിലേക്ക് വരെ സൂക്ഷ്മതയായി മാറിയില്ലേ? എത്ര വലിയ സൂക്ഷ്മതയുടെ തെളിവാണത്. ബാപ്പയും ഉമ്മയും ഉത്കൃഷ്ടരാണെങ്കിൽ, അവരാത്മീയമായ ഉത്കർഷത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ സംശയലേശമെന്നേ പറയാം, മക്കളും അതേ താവഴിയിലാണ്, അതിന്റെ പേരമക്കളും അതേ താവഴിയിലാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വീണ്ടും ചോദിച്ചു, പിന്നെ നിങ്ങൾ അതെന്ത് ചെയ്തു? അവര് പറഞ്ഞു, ആ കാണുന്ന ബഹറിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, ഇന്നു മുതൽ ഈ വീട്ടിൽ ഇനി മത്സ്യം വരൂല. നമുക്ക് ഭക്ഷിക്കാൻ പറ്റാത്തവർ ഭക്ഷിച്ചില്ല എന്നുള്ളത് സന്തോഷമാണ്, പക്ഷേ അത് മത്സ്യത്തിനാണല്ലോ എറിഞ്ഞു കൊടുത്തത്, കൊണ്ടുവരുന്നത് അതാണെങ്കിലോ എന്ന സംശയത്തിൽ അന്നു മുതൽ അത് ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയുന്നത്, ഉപ്പമാരോട് പറയുന്നത്, നിയമത്തിൽ നല്ല ഭദ്രതയുള്ളവരായി, ആത്മീയോത്കർഷത്തിൽ നല്ല ആവേശമുള്ളവരായി ജീവിക്കണം. വെറുതെ പറഞ്ഞതല്ല. സുബ്ഹി നിസ്കാരത്തിന് വാങ്ങി വിളിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശൈലിയാണത്. ബാപ്പമാരെ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. പലരും ചിന്തിക്കുന്നത്, ഓന് 10ാം ക്ലാസ് വരെ പഠിച്ച ആളല്ലേ, ബോധം വെച്ചിട്ടുണ്ടല്ലോ, വാണെങ്കിൽ എണീറ്റോട്ടെ, നിസ്കരിച്ചോട്ടെ, ഞാൻ
ഞാൻ ഓന്റെ കബർക്കൂല്ല, ഓ ഇന്റെ കബർക്കൂല്ല, അതുകൊണ്ട് പ്രശ്നം തീരൂല. അവന് കല്യാണം കഴിച്ച് മക്കള് രണ്ടായിട്ടില്ലേ, ഇനിയും ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകാണോ? വേണമെങ്കിൽ നിസ്കരിച്ചോട്ടെ, അത് ശരിയായ മനോഭാവമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് വാങ്ങി വിളിച്ചാൽ ഓരോ വീട്ടിന്റെ റൂമിന്റെ മുന്നിലും നിന്ന് ഓതുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. ആയത്ത് 2-3 തവണ ഓതുമ്പോ ആ റൂമിലുള്ളവർ എണീറ്റു എന്ന് കണ്ടാൽ അപ്പുറത്തെ റൂമിൽ പോകും, അവരെണീറ്റു എന്ന് കണ്ടാൽ ഇപ്പുറത്തെ റൂമിൽ പോകും, അവരെണീറ്റു എന്ന് കണ്ടാൽ അപ്പുറത്തെ റൂമിൽ പോകും. എല്ലാവരും എണീറ്റ ശേഷം മഹാനവർകൾ പള്ളിയിലേക്ക് അങ്ങ് നീങ്ങും. ഒന്ന് വിളിച്ചെങ്കിൽ തന്നെ സമാധാനം. വിളി വരെ മാറ്റിപ്പോയി. കാരണം വിളിച്ചാ പിന്നെ നമ്മൾ ഉറങ്ങുമ്പോ നമ്മൾ ജോലി വിളിക്കൂല എന്നാണ് ചിന്തിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ സുഖത്തിൽ ഉറങ്ങുമ്പോ നമ്മൾ ആ കുട്ടികളെ ഒന്ന് സ്വീപ്പാക്കി വിളിച്ചാലോ എന്നേത് ആരും വിളിക്കണ്ട. അവനാ നഫ്സി ആയിട്ടുള്ളൊരു ജീവിതം അത് പറ്റൂല. പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ വല്യപ്പാന് ചുറ്റും ഞങ്ങളൊക്കെ ഇരുന്ന് എല്ലാവരും ഇരുന്ന് ഖുർആൻ ഓതിയത്. വീട്ടിൽ ഖുർആൻ അധികരിപ്പിക്കണം. അക്സിറൂ മിൻ തിലാവത്തിൽ ഖുർആനി ഫീ ബുയൂതിക്കും. വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഓത്ത് വീട്ടിൽ അധികരിപ്പിക്കണം. ഷാമാരിബിന്റെ ഇടയിലൊക്കെ ഖുർആൻ ഓതുന്ന വീട് കേട്ടാൽ കേട്ടുക്കാനൊരു പുതിയ. ഞാൻ നാളെ സ്ഥലത്ത് പോയപ്പോൾ അങ്ങനെ ഖുർആൻ ഓതുന്ന കേട്ടു. വീട്ടിൻ്റെ ഉള്ള മക്കൾ കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്ന് അങ്ങനെ സന്തോഷം കൊണ്ട്, കുട്ടികൾ ഇശാമാരിബിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്ന കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കുറച്ചു നേരം നിന്ന് കേട്ടു. അക്സിറൂ മിൻ തിലാവത്തിൽ ഖുർആനി ഫീ ബുയൂതിക്കും. നിങ്ങൾ ഖുർആൻ ഓത്ത് വീടുകളിൽ അധികരിപ്പിക്കണം. ഫൈനൽ ബൈത്തല്ലദീ ലാ യുഖറഉ ഫീഹി ഖുർആൻ. ഖുർആനോത്ത് നടക്കാത്ത വീട്, ഇന്നിന്റെ പ്രഭാതവും ഇന്നിന്റെ സായാഹ്നവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഇന്നലെ വരെ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ മാറ്റിക്കോളൂ, രാവിലെ മുതൽ മാറ്റിക്കോളൂ. ഖുർആനോത്ത് നടക്കാത്ത വീട് യഖില്ലു ഖൈറുഹു, ആ വീട്ടിൽ നന്മ കുറയുന്നു. വയക്സുറു ശർറുഹു, എടങ്ങേറ് പെരുകുന്നു. മക്കള് തമ്മാടികളാകുന്നു, നാടോടികളാകുന്നു, പെണ്ണുപിടിയന്മാരാകുന്നു, കള്ളുകുടിയന്മാരാകുന്നു, അസാൻമാർഗിക പ്രവണതകളെ നെഞ്ചിലേറ്റുന്നവരാകുന്നു, നല്ലതിന്റെ പക്ഷത്തൊന്നും ഇരുന്നു കൊടുക്കാത്തവരാകുന്നു. യക്സുറു ശർറുഹു, എടങ്ങേറ് പെരുകുന്നു. വയളീഖു അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് തന്നെ സങ്കുചിതത്വ മനോഭാവം വരുന്നു. ഒരാൾക്കൊരാളെ കണ്ടൂടാ, മറ്റാൾക്ക് മറ്റാളെ കണ്ടൂടാ, അയാൾക്ക് ഇയാളെ കണ്ടൂടാ. ഇത് ഖുർആനോദാത്ത വീട്ടിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നല്ല ഭവനങ്ങളാകണമെങ്കിൽ ഖുർആനോത്ത് നടക്കണം. അതൊരു മാതൃകയായിട്ട് അവിടെ പഠിപ്പിക്കണം. പഴയ കാലത്ത് ആ വല്ലിപ്പിയും വല്ലിമ്മയും എപ്പോഴാണോ രണ്ടാളും ഒഴിഞ്ഞു പോകുന്നത്, വല്ലിപ്പാന്റെ തസ്ബീമാല ഇങ്ങനെ എപ്പോഴാണോ മറിച്ച് നിൽക്കുക, മക്കളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എല്ലാവർക്കും പണിക്ക് പോകാനുള്ള തസ്ബീമാല മറിച്ച് കട്ടൻ ചായന്റെ ക്ലാസ്സിലേക്ക് വല്ലിപ്പ അങ്ങനെ കൈ വെച്ചാൽ കുട്ടികളെ ഏകദേശം ഓതി നിർത്തിയിട്ട് അവരങ്ങ് പോകും. അതൊരു സന്തോഷം എന്നാ വീട്ടിൽ. ഇന്ന് നമ്മൾ താമസിക്കുന്ന ഒരു വീടിന്റെ 4 ആള് താമസിക്കുന്ന ഒരു വീടിന്റെ സൗകര്യമല്ല അന്നത്തെ തറവാട് വീട്ടിനെ. ഇന്ന് 10 ആൾക്ക് താമസിക്കാനുള്ള വീട്ടിൽ 2 ആള് താമസിച്ചിട്ടും മാനസികമായുള്ള പ്രയാസവും പ്രതിസന്ധിയും തീരുന്നില്ല. ഒന്ന് ആലോചിച്ചു. എടങ്ങേറ് എവിടെ കുറയുന്നത്? എപ്പോഴും മശക്കത്തുകളല്ലേ, എപ്പോഴും പ്രതിസന്ധികളല്ലേ, സൗകര്യങ്ങൾ എമ്പാടും അല്ല നിന്നിട്ടില്ലേ? അപ്പൊ സൗകര്യങ്ങളുടെ പറുദീസയിലല്ല ജീവിതത്തിന്റെ സമാധാനം കിടക്കുന്നത്, ആത്മീയമായ പുരോഗതിയിലും അതിന്റെ വളർച്ചയിലുമാണ്. അതെപ്പോഴും മനസ്സിലാക്കുകയും എപ്പോഴും ശീലമാക്കുകയും എപ്പോഴും കൊണ്ടു നടക്കുകയും ചെയ്യണം. ഒരൊറ്റ ദിവസം അത് വിട്ടോ അതനുസരിച്ച് എടങ്ങേറുണ്ടാവും. ഖുർആൻ ഓത്തൊരു ദിവസം വീട്ടിൽ നടന്നില്ലേ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഫൈനൽ ബൈത്തല്ലദീ ലാ യുഖറഉ ഫീഹി ഖുർആൻ, ഖുർആൻ ഓത്ത് നടക്കാത്ത വീട് യഖില്ലു ഖൈറുഹു, അവിടെ നന്മ കുറയും. വയക്സുറു ശർറുഹു, തിന്മ അധികരിക്കും, ഇടങ്ങേറ് അധികരിക്കും. വയളീഖു അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് തന്നെ പരസ്പരം ജീവിതത്തിന് ഇടങ്ങേറ് കൂടി വരും. അങ്ങനെ വരാൻ പാടില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പോരാ, വീട്ടിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ
പുറംഭാഗവും ഉൾഭാഗവും നല്ല വൃത്തി വേണം, ശുദ്ധി വേണം. അഴുക്ക് ചാലുകളായി കിടക്കുന്ന വേസ്റ്റുകൾ തള്ളുന്ന സ്ഥലം, മുറ്റങ്ങളൊക്കെ നല്ല വൃത്തി വേണം. തുഹിറൂ അഫ്നിയതകും, നിങ്ങളെ വീടിന്റെ മുറ്റങ്ങൾ നിങ്ങൾ ശുദ്ധിയാക്കണം. ഫൈനൽ യഹൂദ ലാ തുതഹിറു അഫ്നിയതഹാ, ജൂതന്മാര് വീടിന്റെ മുറ്റങ്ങൾ ശ്രദ്ധിക്കാറില്ല, സൂക്ഷിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് വീടിന്റെ മുറ്റങ്ങൾക്ക് നല്ല ശുദ്ധി വേണം. എപ്പോഴെങ്കിലും വീട്ടിൽ ഖുർആൻ ഓതിയാൽ പോരാ, എന്നും വീട്ടിൽ ഖുർആൻ ഓതണം. ഇടക്കിടക്ക് ഓതിയാൽ മതിയോ? അതും പോരാ. അതാണ് ഞാൻ തുടക്കത്തിൽ ഉദ്ധരിച്ച ഹദീസ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളെ വീടുകളെ നിങ്ങൾ മഖ്ബറകളാകരുത്. മഖ്ബറകളിൽ എന്നും മൂത്ത് നടക്കുന്നുണ്ടോ എന്ന് പോയി നോക്കൂ. ഇല്ലല്ലോ. ഒരാളെ മറവ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച സിയാറത്ത് നടക്കുമ്പോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും വരുമ്പോ ഇതുപോലെ നടന്നാ പോരെ. വീട്ടിൽ ദായിമായി ഓത്ത് നടക്കണേ. അത് വീടിന്റെ ഒരു സ്വഭാവമാകണം. ഒരാൾ പോലും ഒരു ദിവസവും ഓതാത്തൊരു സമ്പ്രദായം ആ വീട്ടിലുണ്ടാകരുത്. ഫൈന ശൈത്താന യഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ ഇത്. വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുമ്പോ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നത് സ്വഹാബത്ത് ദർശിച്ചില്ലയോ? ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാൻ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിന്റെ മുറ്റത്ത് വെച്ച് ഉമ്മരപ്പടിയിൽ ഉമ്മരത്ത് വെച്ച് കൊലായിൽ വെച്ച് ഖുർആൻ ഓതുകയാണ്. സൂറത്തുൽ കഹ്ഫാണ് ഓതിയതെന്നും റിപ്പോർട്ടിലുണ്ട്, സൂറത്തുൽ ബഖറയാണ് എന്നും വേറൊരു റിപ്പോർട്ടിലുണ്ട്. ഖുർആനാണെന്നുള്ളിൽ തർക്കല്ല. ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓതുമ്പോ നേരെ സൈഡിലാണ് എന്റെ മകൻ യഹ്യ കിടക്കുന്നത്. ആ യഹ്യ കിടക്കുന്നതിന്റെ അപ്പുറത്താണ് എന്റെ കുതിരയെ ഞാൻ കെട്ടിയിട്ടിരിക്കുന്നത്. കുതിര കയറ് പൊട്ടിച്ച് ഓടാൻ തുടങ്ങുന്നു. കുതിര നേരെ അവിടുന്ന് ഇങ്ങോട്ട് ചാടിയാൽ എന്റെ മകന്റെ ദേഹത്തിലാണ് ചവിട്ടുക. പിന്നെന്റെ മകൻ ജീവനുണ്ടാകൂല. ഞാൻ പെട്ടെന്ന് ഓത്തു നിർത്തി ഇറങ്ങിപ്പോയി. കുതിരയെ നന്നായി കെട്ടിയിട്ട് വന്നു. രണ്ടാമതും ഞാൻ ഓത്തു തുടങ്ങി. അപ്പോഴേതാ കുതിര വീണ്ടും കാറ് പൊട്ടിച്ച് നേരത്തെ ഉള്ളതിനേക്കാൾ ഊക്കിലോടാൻ തുടങ്ങുന്നു. ഞാൻ പിന്നെയും ഇറങ്ങി വന്ന് രണ്ടാമതും നന്നായി ബന്ധിച്ചു. മൂന്നാമത്തെ തവണയും ഞാൻ ഓതാൻ തുടങ്ങി. ഓതിയപ്പോൾ വീണ്ടും കുതിര കാറ് പൊട്ടിച്ച് ഓടുന്നൊരുത്തതേ ഒരു തീരുമാനത്തിലാണ്. ആ ഒരു തീരുമാനം കണ്ടപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു. ഞാൻ പോയിട്ട് കുതിരയെ നന്നായി ബന്ധിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ മേലോട്ട് നോക്കുമ്പോ ഞാൻ കാണുന്നത് കുറെ വിളക്ക് കത്തിച്ച ഒരു മേഘം എന്റെ വീടിന്റെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ താഴ്ന്ന് വരികയാണ്. ഫൈദ സഹാബതു ഫീഹാ അംസാലുൽ മസാബി, ഒരു മേഘം താഴ്ന്നു വരുന്നുണ്ട്. ആ മേഘത്തിൽ ഞാൻ കാണുന്നത് വിളക്കുകളാണ്, വിളക്കിന്റെ രൂപങ്ങളാണ്. ഞാൻ ഓത്തവിടെ നിർത്തിയിട്ട് കിടന്നുറങ്ങി. രാവിലെ തന്നെ ഞാനിത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഓ നബിയെ, ഞാൻ ഇങ്ങനൊരു വിഷയം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണത് എന്നറിയുമോ? ഇല്ല നബിയെ, എനിക്കറിയൂല. തിൽക്കൽ മലായിക, അത് മലക്കുകളാണ്. ധനത്തിൽ സൗത്തിക്ക, നിങ്ങളെ ശബ്ദം കേട്ട് അടുത്തടുത്ത് വന്നതാണ്. വലൗ ഖറഅത ലഅസ്ബഹത യൻദുറു الناس ഇലൈഹാ ലാ തതവാറാ അൻഹും, നേരം വെളുക്കും വരെ നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കൊക്കെ ആ വിളക്കുമാടങ്ങൾ ശരിക്ക് കാണാമായിരുന്നു. സുബഹി വരെ മറയാതെ അവരങ്ങനെ വീട്ടിന്റെ മേലെ തന്നെ നിൽക്കുമായിരുന്നു, പോകാതെ. നിങ്ങൾ ഓത്തു നിർത്തിയത് കൊണ്ട് അവര് മേലോട്ട് ഉയർന്നുപോയി. എന്നാലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വീടിന്റെ വല്ലാത്തൊരു കാവലും അനുഗ്രഹവും. ആ വീട്ടിൽ നല്ല ഐക്യത്തോടെ, ഇണക്കത്തോടെ, സ്നേഹത്തോടെ, നല്ല കാവലോടെ കഴിയാനുള്ള വലിയൊരു ഭാഗ്യം വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് ലഭിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തന്നൊരു ശൈലിയാണത്. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, കുട്ടികളെ നല്ല സ്വഭാവത്തിൽ വളർത്തണം. സ്വഭാവക്കേടുണ്ടാകരുത്. ഒരിക്കൽ പോലും ഒരു കളവിന് പ്രേരിപ്പിക്കുന്ന, ഒരു അനാവശ്യത്തിന് പ്രേരിപ്പിക്കുന്ന, ഒരു നുണക്ക് പ്രേരിപ്പിക്കുന്ന, ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാകരുത്. നമ്മളാകരുത് കുട്ടികളെ കുറ്റക്കാരാക്കി വളർത്തുന്നത്.
നമ്മളാകരുത് അവരെ തെറ്റുകാരാക്കി വളർത്തുന്നത്. അവര് ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ശിക്ഷിക്കപ്പെടാൻ വകുപ്പുണ്ടാക്കരുത്. നല്ല സ്വഭാവങ്ങൾ കാണിച്ചു കൊടുക്കണം. കണ്ടില്ലേ നിങ്ങൾ, അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വീട്ടിന്റെ മുറ്റത്തൂടെ നബി തങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഞാൻ കുട്ടിയാണ്, മഹാനവറുകൾ പറയാം, ഞാൻ ചെറിയ കുട്ടിയാണ്. കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവം ഓർത്തെടുത്ത് പറയാണ്. എന്റെ ഉമ്മ എന്നെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. മോനെ വാ മോനെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്റെ ഉമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ടാ വിളിക്കുന്നത്. മോനെ വാ എന്നാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ മുറ്റത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ ഉമ്മാനോട് ചോദിച്ചു, ആ കൈയിന്റെ ഉള്ളിൽ വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഉമ്മ അങ്ങനെ കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചു കൊടുത്തൊരു കാരക്കണ്ടതിന്റെ ഉള്ളില്. അപ്പൊ നബി, ഇത് കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ വിളിക്കുന്നത്? തങ്ങൾ എന്തെങ്കിലും ചോദിച്ചതെന്ന് വെച്ചു. ഒന്നും കൊടുക്കാൻ ഉദ്ദേശമില്ല, കുട്ടി വരും വേണം, എന്നാൽ അതൊരു കളവാകുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളെ വിളിക്കൽ എങ്ങനെ? മിഠായിന്റെ പേരൊന്നും ഇപ്പൊ പറയാൻ ധൈര്യമില്ല, കാരണം എല്ലാ മിഠായിന്റെ കൂടി ബാറ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോ. മുമ്പത്തെ പോലൊന്നല്ല. മുമ്പുള്ള മിഠായിക്കൊന്നും അങ്ങനെ കുഴപ്പമില്ലല്ലോ. ഇപ്പോഴുള്ള മിഠായിന്റെ കൂടെ ഒക്കെ ഒരു ബാറ് ചേർത്തെടുത്തിട്ട് എന്തിനാന്നറിയില്ല. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുട്ടികളെ വിളിക്കാൻ, കുട്ടികൾ ഊറ്റത്തിൽ ഓടി വരാണ്. എവിടെ നോക്കുമ്പോൾ പറയും മറ്റാളെ പീടിയിലുണ്ട് എന്ന്, അല്ലെങ്കിൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന്. കളവാൻ, നുണയാണത്. കുട്ടികളെ പഠിപ്പിക്കരുത് എന്ന് കരുതിയിട്ടാണ് ബോധപൂർവം തങ്ങൾ ചോദിച്ചത്. ഇത്ര പോലും സ്വഭാവ ദൂഷ്യം വരാതെ നമ്മൾ സംരക്ഷണം കൊടുക്കണം. നമ്മൾ സൂക്ഷ്മതയിൽ വളർത്തണം. നമ്മൾ വളർത്തുന്നിടത്ത് വന്ന അപാകത മൂലം എന്റെ ബാപ്പയും ഉമ്മയും എന്നെ ഇങ്ങനെയാക്കിയതാണെന്ന് പറഞ്ഞുകൂടാ. വീട്ടിന്റെ ഉള്ളില് ബാപ്പയില്ലാതെ ഉമ്മ മാത്രം മക്കളെ വളർത്തിയിട്ട് വലിയ വലിയ പണ്ഡിതന്മാരാക്കി അവരെ വളർത്തിയെടുത്തിട്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ എത്ര വലിയ മഹാന്മാർ. മദീനയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള വലിയൊരു മഹാനാണ് അബൂ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുന്ന റബീ റളിയല്ലാഹു അൻഹു. റബീ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മഹാനവറുകൾക്ക് 1 വയസ്സ് പ്രായമുണ്ടാകുന്ന സമയത്ത് ജോലിക്ക് വേണ്ടി ഒരു നാട് വിട്ട്, മദീന വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി. 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പാന്റെ പേര് ഫറൂഖ് എന്നാണ്. തിരിച്ചു വരിക. പോകുന്ന സമയത്ത് ഉമ്മാന്റെ കയ്യിൽ 30,000 ദീനാർ കൊടുത്തിട്ടുണ്ട്. 30,000 ദീനാർ. ഞാൻ പോയിട്ട് അതുപോലെ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് നല്ലവർക്ക് ജീവിച്ചോളൂ. ജീവിതത്തിൽ നിങ്ങൾ കുഴങ്ങുന്നില്ല. ഞാൻ ജോലിക്ക് പോകുകയാണ്, ചിലപ്പോൾ തടസ്സം ഉണ്ടായിട്ട് കുറച്ച് വൈകി പോകും. 30 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഉമ്മമാര് ശരിക്കും ശ്രദ്ധിക്കണം. മക്കളെ ഒരു നിലക്കും കേടാക്കാൻ പാടില്ല. അവരെ കേടായ എന്തെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ തീർക്കണം. ഒരു കുട്ടി സ്കൂൾ വിട്ടു വന്നിട്ട് ഉമ്മാനോട് പറയാം, ഉമ്മ നിങ്ങൾ തന്ന 20 രൂപ എപ്പോഴും എൻ്റെ കീശയിലുണ്ട്. അപ്പൊ ഉമ്മ ചോദിച്ചു, മോനെ നീ ബസ്സിൽ കണ്ടക്ടർക്ക് പൈസ കൊടുത്തില്ലേ? അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ ബസ്സിലങ്ങ് കയറുമ്പോ അയാൾ ബസ്സിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് മുന്നിലെ ഡോറിലൂടെ അങ്ങോട്ട് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ വിചാരിച്ചു എന്റെ അടുത്തേക്ക് വരും. എന്റെ അടുത്തേക്ക് ഇങ്ങനെ അയാൾ എത്തുമ്പോഴേക്ക് പിന്നെയും മുന്നിൽ ആൾ കയറി, ആൾ മുന്നിലേക്ക് ഇങ്ങനെ പോയി. പിന്നെ ബാക്കിലുള്ള ആ ഡോറ് തുറക്കുന്ന ആളടുത്ത് എല്ലാവരും പൈസ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാനത് കൊടുത്തുമില്ല, എന്നോട് ചോദിച്ചോളൂ, ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നത്. അപ്പൊ കുട്ടീനെ പുറങ്ങനെ കൊട്ടിയിട്ട്, മോനെ നീ നല്ല മിടുക്കരാന്ന് പറഞ്ഞാൽ ഭാവിയിൽ മഹാ കള്ളനാണ് അതിന്റെ അർത്ഥം. ഒരു മിടുക്കല്ലത്. ഉടനെ പറഞ്ഞേക്കണം. ഏതാണോ യാത്ര ചെയ്ത ബസ്, ആ ബസ്സിലെ കണ്ടക്ടറെ കണ്ട് പൊരുത്തപ്പെടിച്ച് കൊടുക്കേണ്ട പണം കൊടുക്കണം. അത് നിയമിച്ചത് എത്രയാണോ നിയമമാക്കിയത് അത്ര കൊടുക്കണം. ഒരു ചെറിയ കിൽട്ട് പോലും പഠിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ പിന്നെ അതിന്റെ മൂത്ത ആളായിട്ട് അങ്ങ് വളർന്നു വരും. സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയ തെറ്റ് കുട്ടിയിൽ നിന്ന് കണ്ടാൽ ബാപ്പയും ഉമ്മയും നല്ല സ്നേഹത്തോടെ ഉപദേശിക്കണം. സ്നേഹത്തോടെ ഉപദേശിക്കുന്നതിന് പകരം വിമർശനം മാത്രമാണോ നിങ്ങളെ ഭാഗത്തുനിന്ന് വരുന്നത്? ഉമ്മമാര് ശരിക്ക് ശ്രദ്ധിച്ചോളണം. അവന്റെ അപ്പുറത്ത് ശൈത്താൻ പതിയിരുന്നിട്ട് പറയും, ചെറിയൊരു തെറ്റ് ചെയ്തപ്പോഴേക്ക് നിന്റെ ബാപ്പ ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ, ചെറിയൊരു വിഷയം ഉണ്ടായപ്പോഴേക്ക് നിന്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ നീ തീർത്തും ആ തെറ്റ് ചെയ്തങ്ങ് ജീവിച്ചോ, ഇനി അതിലാണ് രക്ഷ. അങ്ങനെയായാൽ ആ തെറ്റിന് മൂപ്പങ്ങനെ കൂടി വരും. നമ്മൾ ചിന്തിക്കും, ഞാൻ എത്ര പറഞ്ഞിട്ടൊന്നാ ഈ കുട്ടി മാറാത്തത്? പറച്ചില് ശരിയാകാഞ്ഞിട്ടാ.
തെറ്റ് ചെയ്ത കുട്ടിയെ അനാവശ്യം വിളിച്ചിട്ടല്ല സംബോധന നടത്തേണ്ടത്, നല്ല രൂപത്തിൽ ഹൃദ്യമായി ഉപദേശിക്കണം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു അതിന്റെ മാർഗരേഖകൾ വരച്ചു കാണിച്ചിട്ടുണ്ട്. ഞാനത് ഇവിടെ വായിക്കുന്നില്ല. 3-4 പേജുകൾ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചെറിയ കാര്യം പറയട്ടെ. ഒരു തെറ്റെങ്ങനെ കണ്ടാൽ ആ കുട്ടിയെ വിളിച്ച് ബാപ്പ ഉപദേശിക്കണം. ബാപ്പ കണ്ടത് ഉമ്മാനോട് പറയാതെ ബാപ്പ ഉപദേശിക്കണം. ഉമ്മ കണ്ടത് ബാപ്പാനോട് പറയാതെ ഉമ്മ ഉപദേശിക്കണം. അങ്ങ് തിരുത്തി എന്ന് കൂട്ടിക്കോളൂ. പിന്നൊരു കാലത്തും അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കാൻ പാടില്ല. ഒരു 10 രൂപ ഏറെടുത്തു പോയതിനാണ് ഒരു കുട്ടിയുടെ ശരീരം മൊത്തം ഒരു മാതാവ് പൊള്ളിച്ച്. നിങ്ങൾ എല്ലാവരും വായിച്ചില്ലേ പത്രത്തില്? ഒന്നും ചെയ്യാൻ പാടില്ല. എത്ര വലിയ കാഠിന്യമുള്ള അവസ്ഥയാണത്. കടുത്ത ശിക്ഷയല്ലേ അള്ളാഹുവിന് ലഭിക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലത്. ഉപദേശം കൊടുക്കേണ്ട ചെറിയ പ്രായത്തിലുള്ള കുട്ടിയെ, സ്നേഹത്തോടെ വളർത്തേണ്ട കുട്ടിയെ ഒരു ചെറിയ റഫത്തും റഹ്മത്തും പോലും ഇല്ലാതെ ഇങ്ങനെ ചെയ്യാന്നാണ് എത്ര വലിയ മോശം. വാർത്ത വായിച്ചിട്ട് വരെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇങ്ങനെ രംഗങ്ങൾ കാണുമ്പോൾ സഹോദരന്മാരെ, സ്നേഹമസരണമായ ഉപദേശത്തിനപ്പുറം ഒരു മരുന്ന് ലോകത്ത് വേറെയില്ല. അതിന് മാറ്റിയെടുക്കാൻ കഴിയുമ്പോൾ ഒരു മാറ്റം ലോകത്ത് വേറെയില്ല. ഏത് ദുസ്വഭാവക്കാരനെയും നന്നാക്കാൻ അയാളുടെ നന്മ വായിച്ചറിഞ്ഞിട്ട് അയാൾ ഉപദേശിക്കലാണ് നല്ലത്. അതിലപ്പുറം ഒരു മരുന്നില്ല. ഏറ്റവും നല്ലതല്ലേ. അപ്പൊ ആ കുട്ടിയെ, ഒരു തെറ്റ് ചെയ്യുന്ന കുട്ടിയെ ബാപ്പ കണ്ടാൽ, ഉദാഹരണമായി പറയാം, ഒരു ബാപ്പ പള്ളിയിൽ നിന്ന് അങ്ങനെ വീട്ടിൽ പോകുകയാണ്. ആ ബാപ്പക്ക് നേരത്തെ ഒന്നോ ശീലമായൊരു പുകവലിയുണ്ട്. അങ്ങനെ കൂട്ടിക്കൊള്ളി. ഉദാഹരണം, എല്ലാ ആൾക്കാർ അവരെ തന്നെ ഒന്ന് കൂട്ടിക്കൊള്ളി. ഉദാഹരണം, പുകവലിക്കുന്ന സ്വഭാവം. അയാളങ്ങനെ സുന്നത്താണ്ട് വലിക്കല്ല, ശീലമായതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കാനും മൂപ്പരങ്ങനെ പറയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അതങ്ങനെ കൂടപ്പുറപ്പായി മാറിയതാ. ബാപ്പ അങ്ങനെ പോയി നോക്കുമ്പോ ബാത്റൂമിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുകച്ചുരുളുകൾ ഇങ്ങനെ ഉയരുന്നുണ്ട്. പതുക്കെ പോയി നോക്കുമ്പോ ഒരു 5-ാം വയസ്സായ നല്ല കുസൃതിക്കാരനായ കുട്ടിയുണ്ട്. ആ കുട്ടി കടലാസ് ഇങ്ങനെ ചുറ്റി പതുക്കെ തീ കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുക. കണ്ണൊന്ന് മൂക്കൊന്നും ആകെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ കണ്ടപാട് അടുക്കളയിലുള്ള ഉമ്മാനെ വിളിച്ച് രംഗം വഷളാക്കരുത്. ആ കുട്ടിയെ പേടിപ്പിക്കരുത്. ഗസാലി ഇമാം തങ്ങൾ പറയാ, പേടിപ്പിക്കരുത്. ആ കുട്ടിയെ സ്നേഹത്തോടെ വിളിച്ചു കൊണ്ടുവന്ന് പറയണം, മോനെ, ബാപ്പ ഇത് പണ്ടത്തെ കല്യാണത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് ബാപ്പ അങ്ങനെ തുടങ്ങി ശീലിച്ച് നിർത്തി കിട്ടിയെങ്കിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. മോനെ ഏതായാലും ഇത് തുടങ്ങരുത്. ഇല്ല ബാപ്പ, ഞാൻ വെറുതെ നോക്കിയതാണ്. ബാപ്പ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ പുക പോകുമ്പോൾ എങ്ങനെയാണ് ഈ പുക പോകുന്നത് ഞാനും നോക്കിയതാണ്. എന്നാ മോനെ പണിയെടുക്കരുത്. ഞാൻ എടുക്കൂല അപ്പൊ ഞാൻ വെറുതെ ചെയ്തു നോക്കിയതാണ്. ബാപ്പാനോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ട് ആ കുട്ടി ഇത് പറഞ്ഞു നിർത്തി. എന്നാ പിന്നെ രക്ഷപ്പെട്ടു. അതേ സമയത്ത് 4 വീട്ടുകാരും ആ ഉമ്മയും വരുന്ന ആൾക്കാരും പിന്നെ ആ വീട്ടിൽ ആരൊക്കെ സന്ദർശകരെ വരുന്നുണ്ട് അവരോടൊക്കെ തിരിയുന്ന രൂപത്തിൽ ഇതങ്ങ് വിളമ്പിയാൽ അക്കുട്ടിയുടെ ഭാഗത്ത് പിശാച് സ്വാധീനം ചെലുത്തും. അക്കുട്ടിയെ കൊണ്ട് അന്ന് അവൻ ചുരുട്ടി വലിച്ചത് കടലാസാണെങ്കിൽ പിന്നെ ദിനേശ് വീഡിയോ എടുപ്പിക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ മേലുള്ളത്, അത് കഴിഞ്ഞാൽ പിന്നെ ഉയരുള്ളത്, പിന്നെയുള്ള പേരൊന്നും എനിക്കല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ ഉയരുള്ളത്, പിന്നെ ഏറ്റവും വലിയ ഉയരുള്ളത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അതല്ല അതിന്റെ ശൈലി. അവർ ഉപദേശിക്കണം. ഉപദേശിച്ച് മാറ്റിയാൽ പിന്നെ ഒരു കാലത്ത് പറയാൻ പാടില്ല. പിന്നെ ആ കുട്ടിക്ക് പേരക്കുട്ടികളായി നിൽക്കുമ്പോ അന്നൊക്കെ എനിക്കറിയാം, ഈ പണ്ട് 5-ാമത്തെ വയസ്സിൽ ആ വീഡിയോ വലിച്ചിട്ട് ഞാൻ എന്നെ പിടിച്ചില്ലേ. ഇത് പറയുമ്പോ മറ്റേ മക്കൾ ചിന്തിക്കുക, ആ എന്റെ വാപ്പാക്ക് അങ്ങനൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ലേ, വല്യാപ്പതാ പറയണത്. അത് തിരുത്താൻ പാടില്ല, അത് പറയാൻ പാടില്ല. പിന്നെ അത് വിട്ടേക്കണം. അവരെ നന്നാക്കുന്ന ശൈലിയല്ലേ. അതുകൊണ്ട് നല്ല സ്വഭാവങ്ങൾ കൊടുത്തവരെ നന്നാക്കണം, നല്ല ശൈലി കൊടുത്തവരെ നന്നാക്കണം. സ്വഭാവത്തിൽ കേടുവരാൻ പാടില്ല. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു ആശയം അതാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും ആ സ്വഹാബത്തിൽ നിന്ന് മാർഗം സ്വീകരിച്ചവരും എല്ലാവരും കുട്ടികൾക്ക് നല്ല സ്വഭാവം പകർത്തിക്കൊടുത്തത്. ഒരിക്കലും സ്വഭാവ ദൂഷ്യം വരാതെ നന്നാക്കണം, നല്ല ശിക്ഷണം കൊടുക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഫറൂഖിന്റെ ചരിത്രമാണ്. ഫറൂഖ് എന്ന് പറയുന്ന വലിയ മഹാൻ മദീനയിൽ നിന്ന് പോയി 30 കൊല്ലം ജോലി എടുത്തിട്ട് തിരിച്ച് മദീനയിലേക്ക് വരികയാണ്. തന്റെ വീട് അന്വേഷിച്ചു. വീടിന്റെ അടുത്തെത്തി. അപ്പൊ വീടിന്റെ അടുത്തുണ്ട് നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള നല്ല ഒരു പണ്ഡിതന്റെ രൂപത്തിൽ, പണ്ഡിതന്റെ മോഡലിൽ ഒരാളുണ്ട്. അപ്പൊ അത് മോനാണെന്നും ബാപ്പയാണെന്നും തിരിച്ചറിയില്ല. കാരണം ജനിച്ചിട്ട് കണ്ടിട്ടില്ല. ജനിച്ചിട്ട് ആകെ ഒറ്റ കൊല്ലം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ രൂപമൊക്കെ മാറിയിട്ടില്ലേ. അപ്പൊ വീട്ടിലേക്ക് ഇങ്ങനെ കയറാൻ വന്നപ്പോ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇവിടെ? അപ്പൊ ഇതെന്റെ വീടാണെന്ന് പറഞ്ഞു. ഇതെങ്ങനെ നിങ്ങളെ വീട്? ഇതെന്റെ വീടാ, നിങ്ങളെ വീടല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളായി. അങ്ങനെ ജനങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇവരിങ്ങനെ വർത്തമാനം പറയല്ലേ.
ഇതാരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെങ്കിലല്ലേ പരിഹാരം ഉണ്ടാകുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോ മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നുണ്ട്. ഈ ശബ്ദകോശങ്ങൾ കേട്ടപ്പോ മഹാനവറുകൾ പള്ളിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ എല്ലാരും മിണ്ടാതെന്ന് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വന്നപ്പോ ഇമാം മാലിക് തങ്ങൾ ചോദിച്ചു, എന്താണ്? ഞാൻ എന്റെ വീട്ടിലേക്ക് കയറാൻ പോകുമ്പോ ഇയാൾ എന്നെ തടഞ്ഞു. ഇയാളെന്ന് പറഞ്ഞ ആളാരാ തിരിഞ്ഞിട്ടില്ല, ഇയാൾ എന്നെ തടഞ്ഞു. അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിങ്ങളാരാ? അന ഫറൂഖ്, ഞാൻ ഫറൂഖാണേ. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മദീനത്തുനിന്ന് ജോലിക്ക് വേണ്ടി പോയതാണ്. ആ ശബ്ദം കേട്ട് മനസ്സിലാക്കിയപ്പോ ഭാര്യ ഉള്ളിൽ നിന്ന് വന്നു, കതകിന്റെ മറവിൽ നിന്നിട്ട് പറഞ്ഞു, ദാക്ക സൗജി, അതെന്റെ ഭർത്താവാണേ. വഹാദാ ഇബ്നുഹു, ഇത് അദ്ദേഹത്തിന്റെ മകനുമാണ്. മകനും ബാപ്പയുമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്കൊരു കുറ്റബോധം. നേരത്തെ അല്ലേ നിങ്ങൾ എന്തിനാ വന്നത്? ഞാൻ എന്റെ വീട്ടിലേക്കാ, നിങ്ങളെ വീടല്ല എന്ന് പറഞ്ഞു ഒന്നും തള്ളുണ്ടായില്ലേ? അത് പൊരുത്തപ്പെടിച്ചു, ആലിംഗനം ചെയ്തു. ബാപ്പ മുന്നിൽ കയറി, മകന് പിന്നാലെയും വീട്ടിലേക്ക് കയറി. വീട്ടിലെത്തിയ ഉടനെ ഭാര്യയോട് ഫറൂഖ് ചോദിക്കുകയാണ്, 30,000 ദീനാർ നീ എന്താ ചെയ്തത്? ഉടനെ പറഞ്ഞു, ആ 30,000 ദീനാറിന്റെ അവസ്ഥ, അതിന്റെ കണക്കൊക്കെ കൃത്യമായി നാളെ തരാം. ഇന്ന് നിങ്ങളൊന്ന് ക്ഷമിക്കണേ. നേരെ പിറ്റേന്ന് ഏകദേശം ഒരു ളുഹറിന്റെ സമയമാകുമ്പോഴേക്ക് ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ മദീനത്തെ പള്ളി വരെ ഒന്ന് പോകണം, എന്നിട്ട് അവിടെയുള്ള അവസ്ഥകളൊക്കെ കണ്ട് നിങ്ങൾ തിരിച്ചു വരണം. ജമാഅത്തിന് കൂടുകയും ചെയ്യാലോ, വലിയ പണ്ഡിതന്മാർ അവിടെ ജമാഅത്തിൽ പങ്കെടുക്കാറുണ്ട്. ഫറൂഖ് അങ്ങനെ മദീനത്തെ പള്ളിയിൽ വന്നപ്പോ അതാ ഒരാൾ അവിടെ ദർസ് നടത്തുന്നത് കാണുന്നു. 250 ശിഷ്യന്മാര് ചുറ്റും ഇരുന്നിട്ട് ഇൽമി എഴുതി എടുക്കുകയാണ്, സംശയം ചോദിക്കുകയാണ്. ഖിദ്മത്തിന് വേണ്ടി 3-4 ആൾക്കാർ വലത്തും ഇടത്തുണ്ട്. പിന്നാലെ ഇരുന്നിട്ട് അപ്പുറത്തുള്ള ആളോട് ചോദിച്ചത് ആരാണ്? അതെ, അതാണ് റബീഅത്ത് ബിനു യഹ്യ എന്ന് പേരുള്ള അബു അബ്ദുറഹ്മാൻ എന്ന് ജനങ്ങൾ വിളിക്കുന്ന ആളാണ്. ഒന്നുകൂടി എന്തി നോക്കിയപ്പോ എന്റെ മകനാണല്ലോ. വല്ലാത്ത സന്തോഷം. ആ ക്ലാസ്സിലെങ്ങനെ ഇരുന്നു, ആ ദർസിലെങ്ങനെ ഇരുന്നു. തിരിച്ച് വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു, എന്റെ മകന് വലിയ ആലിമായിട്ടുണ്ടല്ലോ. മദീനത്തെ പള്ളിയിൽ 200 ചില്ലറ ആളുകൾക്കല്ലേ ഇൽമു പകർന്നു കൊടുക്കുന്നത്. ആരാണ് ആ ഇൽമിനപ്പുറത്ത് നിന്ന് കേൾക്കുന്നത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന മദീനത്തെ പള്ളിയുടെ സുന്ദരമായ സ്ഥലത്തിരുന്നിട്ടല്ലേ ദർസ് നടത്തുന്നത്. ഈ സന്തോഷാവസ്ഥ പറഞ്ഞപ്പോ ഭാര്യ ചോദിച്ചത് 30,000 ദീനാർ വേണോ, ആലിമായ മകനെ വേണോ? എനിക്കെന്റെ മകനെ മതി. എന്നാ ഭർത്താവേ, ആ മകനെ ആലിമാക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത് 30,000 ദീനാറും ഞാൻ ഓരോ വർഷത്തിലും ചെലവാക്കിയതിന്റെ കണക്കിതാ. എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാനൊന്നും കളഞ്ഞിട്ടില്ല. അപ്പയാണ് നാട് വിട്ടുപോയ ഫറൂഖ് എന്ന് പറയുന്ന ബാപ്പക്ക് സന്തോഷമായത്. അൽഹംദുലില്ലാഹ്. ബാപ്പമാരില്ലെങ്കിലും ഉമ്മമാരെ ശിക്ഷണം കൊടുത്ത് നന്നാക്കാനുള്ളൊരു കഴിവ് അല്ലാഹ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച മഹാന്മാരെ ചരിത്രത്തിൽ വളർത്തിയെടുത്ത മാതാക്കൾ ധാരാളമുണ്ട്. ഞാനത് എണ്ണി പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ ഉമ്മാന്റെ സ്വഭാവത്തിന്റെ മഹിമയല്ലേ ആ മകനെ ആ രീതിയിലാക്കി തീർത്തത്, അങ്ങനെ വളർത്തിയെടുത്തത്. അങ്ങനെയുള്ള നല്ല സ്വഭാവവും നല്ല സംസ്കാരവും നല്ല സന്ദേശങ്ങളും പകർന്നു കൊടുക്കണം. അതേസമയം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പകർന്നു കൊടുക്കുന്നത് ബാപ്പയും ഉമ്മയും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്, കശവിഷയാണ്, കുറ്റം പറയലാണ്, തോന്യാസം പറയലാണ്. ഇവരത് കേട്ട് സഹിക്കുകയാണ്. അങ്ങനെയാകുമ്പോ നല്ല വാസനകൾ അവർക്ക് കുറവ് വരും. കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് എതിർദിശകൾ വന്നാൽ മറ്റുള്ളവർ പറയും അത് പറഞ്ഞിട്ട് കാര്യല്ല, സ്വന്തം ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും അങ്ങനെ പകർത്താൻ പറ്റിയതുള്ളൂ.
അതുകൊണ്ട് നല്ല രീതിയിൽ, നല്ല സ്വഭാവത്തിൽ, വീട്ടിന്റെ അന്തർഭാഗങ്ങളിൽ നല്ല രൂപത്തിൽ കഴിയണം. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് ബിശ്റുൽ ഹാഫി എന്ന് പിന്നീട് ചരിത്രത്തിൽ ഇടം നേടിയ വലിയ മഹാന്റെ സഹോദരി ചോദിക്കുന്ന ഒരു ചോദ്യം, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, ഞങ്ങൾ വീടിന്റെ തട്ടിൻ പുറത്തിരുന്ന് ഞങ്ങൾ സാധാരണ വസ്ത്രങ്ങൾ നെയ്തെടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ മുന്നിലൂടെ അതാ ലാഹിരിയത്ത് എന്ന് പറയുന്ന ഒരു പിഴച്ച വിഭാഗമുണ്ട്. അവര് നല്ല ലൈറ്റും കത്തിച്ചങ്ങനെ പോകാറുണ്ട്. ആ ലൈറ്റ് ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് അടിച്ചു വീശും. ആ ലൈറ്റിന്റെ വെളിച്ചത്തിൽ, ആ കൊണ്ടുപോകുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് തുന്നാൻ പറ്റുമോ? ഇതാണ് ആ പെങ്ങളെ ചോദ്യം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, മന്നന്തി ആഫാക്കില്ലാഹു തആല, നിങ്ങൾ ആരാണ്? അല്ലാഹ് നിങ്ങൾക്ക് സുഖം തരട്ടെ. ആ പെണ്ണ് പറഞ്ഞു, ഉഖ്തു ബിശ്റുൽ ഹാഫി, ഞാൻ ബിശ്റുൽ ഹാഫിന്റെ സഹോദരിയാണ്. അത് കേട്ടപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കരഞ്ഞിട്ട് പറഞ്ഞു, മിൻ ബൈതികും യഖ്റുജുൽ വലിയുസ് സാദിഖ്, നിങ്ങളെ വീട്ടിൽ നിന്ന് സൂക്ഷ്മശാലികൾ ഒരുപാട് പുറത്തു വരും. സൂക്ഷ്മതയുള്ള ആളുകൾ ആ വീട്ടിൽ നിന്ന് പുറത്തു വരും. കാരണം പെങ്ങളെ, ആ ഒരു വെളിച്ചത്തിൽ നെയ്തെടുക്കാൻ പറ്റുമെന്നല്ലേ നിങ്ങളെ ചോദ്യം? അതെന്തൊരു സൂക്ഷ്മതയുടെ ചോദ്യമാണ്. ലാ തഗ്സലി ഫീ ശുആഇഹാ, ആ വെളിച്ചത്തിന്റെ കിരണങ്ങളിൽ നിന്ന് തുന്നിയെടുക്കണ്ട, നിങ്ങൾക്കത് യോജിക്കൂല. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു അനുഗ്രഹമായി നൽകിയ ഭവനം, ആ ഭവനത്തിൽ താമസിക്കുന്ന നമ്മളും നമ്മുടെ കുടുംബവും നിസ്കാരാദി കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം സ്നേഹസമസൃണമായ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ ശീലിക്കുന്നതോടൊപ്പം നല്ല ശിക്ഷണങ്ങൾ നൽകി നമ്മെ കണ്ട് ജീവിക്കുന്നവരെ നാം വളർത്തിയെടുക്കണം. നല്ല സ്വഭാവങ്ങൾ കൈമാറി വളർത്തിയെടുക്കണം. അവർക്ക് നാം പഠിപ്പിക്കേണ്ടത് കുറെ കളി തമാശകളും അനാവശ്യ രംഗങ്ങളും അതുപോലെയുള്ള അവസ്ഥകളുമല്ല. നല്ല മാതൃകകൾ സൃഷ്ടിച്ച്, നല്ല അധ്യായങ്ങൾ രചിച്ച്, കാർക്കശ്യം പുലർത്തേണ്ടിടത്ത് കാർക്കശ്യം കാണിച്ചു കൊടുത്ത്, സ്നേഹം കൊടുക്കേണ്ടിടത്ത് സ്നേഹം കാണിച്ചു കൊടുത്ത്, നല്ല ഇമാമുകളായി മാതൃകായോഗ്യരായി വളരണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വീടുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചിത്രമാണ് പറഞ്ഞത്. വീട്ടിൻ്റെ ഉള്ളിൽ മക്കൾക്ക് ഒറ്റ കാര്യം കൂടി പറയട്ടെ. മക്കൾക്ക് പഠനോപകരണത്തിന് വേണ്ടി, പഠനാവശ്യത്തിന് വേണ്ടി ഓരോരുത്തരും കമ്പ്യൂട്ടറും ലാപ്പും വാങ്ങിക്കെടുക്കുന്ന സ്വഭാവം മൊത്തത്തിലുള്ളത് നിർത്തി വീട്ടിൻ്റെ ഡൈനിങ് ഹാളിൽ ഒരു കമ്പ്യൂട്ടർ വെക്കുക. ആ കമ്പ്യൂട്ടറിൽ അവർക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത്, എല്ലാവരും കാണുന്ന സ്ഥലമാണ്, തിരഞ്ഞെടുത്തവർ പകർത്തിക്കോട്ടെ. ഓരോ റൂമിലാകുമ്പോൾ വാതിൽ കുറ്റിയിട്ടാൽ ഏത് രംഗങ്ങളും അറിയാവുന്ന മക്കളാണ്. എന്തെല്ലാം അവർ നടത്തുന്നു, ഏതിലേക്കെല്ലാം അവർ പോകുന്നു, ഏതെല്ലാം കാണുന്നു, ആർക്കും നിശ്ചയം പറയാൻ പറ്റൂല. അത് ഓരോ വീട്ടിൻ്റെ സ്വഭാവങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പൊ കമ്പ്യൂട്ടറൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൂടാ, പഠനാവശ്യത്തിന് വേണ്ടി വരും. അതിനൊന്ന് മെയിൻ ഹാളിൽ വെച്ച് ആവശ്യത്തിന് അത് ഉപയോഗിക്കുന്ന തരത്തിലാക്കി ഓരോരുത്തർക്കും സെപ്പറേറ്റ് വാങ്ങിക്കൊടുക്കുമ്പോൾ വാതിലടച്ചാൽ പിന്നെ ഒരാൾക്ക് തോന്നും പതുക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് അത് കണ്ടിട്ട് പിന്നെ ഇതിലേക്ക് വന്നാൽ തിരക്കടില്ല. പിന്നെ അത് കണ്ട അതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും പോവുക, അത് കണ്ടാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും പോവുക. പിന്നെ അതന്നെ അവിടെ പണി ഉണ്ടാകുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മറന്നിട്ടുണ്ടാകും, സമയം തീർന്നിട്ടുണ്ടാകും, ഉറങ്ങാനായും തോന്നലും ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ പഠനവും അവരുടെ സ്വഭാവവും അവരുടെ സംസ്കാരവും ഒക്കെ മുരടിക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ അവരെ തകർക്കരുത്. നല്ല സ്വഭാവങ്ങൾ കൊടുത്ത് അവരെ ഘട്ടം ഘട്ടമായി വളർത്തി നമ്മളും അത് ശീലിച്ച് നന്നാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2-3 വരികൾ മദ്ഹ് ചൊല്ലി ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ശഅബാനിലാണ് നമ്മളുള്ളത്. ശഅബാനിന്റെ 2ാം പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നമ്മുടെ ഓരോ ദിനരാത്രങ്ങളും ഒരുപാട് നന്മകൾക്ക് കാരണമായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.